إليه يرد علم الساعة وما تخرج من ثمرات من أكمامها وما تحمل من أنثى ولا تضع إلا بعلمه ويوم يناديهم أين شركائي قالوا آذناك ما منا من شهيد. ആ അന്ത്യസമയം സംബന്ധിച്ച അറിവ് അല്ലാഹുവിന് മാത്രമേയുള്ളൂ. അവന്റെ അറിവോടെയല്ലാതെ പഴങ്ങൾ അവയുടെ പോളകളിൽ നിന്ന് പുറത്തുവരികയോ ഒരു സ്ത്രീയും ഗർഭം ചുമക്കുകയോ പ്രസവിക്കുകയോ ഇല്ല. അവൻ അവരോടിങ്ങനെ വിളിച്ചു ചോദിക്കുന്ന ദിവസം, എന്റെ പങ്കാളികളെവിടെ? അവർ പറയും, ഞങ്ങളിതാ നിന്നെ അറിയിക്കുന്നു, ഞങ്ങളിലാരും തന്നെ അതിന് സാക്ഷികളല്ല. وضل عنهم ما كانوا يدعون من قبل وظنوا ما لهم من محيص. അവർ നേരത്തെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവയെല്ലാം അവരിൽ നിന്ന് വിട്ടകന്നു പോകും. തങ്ങൾക്കിനിയൊരു രക്ഷാമാർഗവുമില്ലെന്ന് അവർക്ക് ബോധ്യമാവുകയും ചെയ്യും. لا يسأم الإنسان من دعاء الخير وإن مسه الشر فيئوس قنوط. നന്മ തേടുന്നതിൽ മനുഷ്യനൊട്ടും മടുപ്പനുഭവപ്പെടുന്നില്ല. എന്നാൽ വല്ല വിപത്തും അവനെ ബാധിച്ചാലോ അവൻ മനം മടുത്തവനും കടുത്ത നിരാശനുമായി തീരുന്നു. وَلَئِنْ أَذَقْنَاهُ رَحْمَةً مِنَّا مِنْ بَعْدِ ضَرَّاءَ مَسَّتْهُ لَيَقُولَنَّ هَذَا لِي وَمَا أَظُنُّ السَّاعَةَ قَائِمَةً وَلَئِن رُّجِعْتُ إِلَى رَبِّي إِنَّ لِي عِندَهُ لَلْحُسْنَى فَلَنُنَبِّئَنَّ الَّذِينَ كَفَرُوا بِمَا عَمِلُوا وَلَنُذِيقَنَّهُم مِّنْ عَذَابٍ غَلِيظٍ. അവനെ ബാധിച്ച വിപത്ത് വിട്ടൊഴിഞ്ഞ ശേഷം നമ്മുടെ അനുഗ്രഹം നാം അവനെ ആസ്വദിപ്പിച്ചാൽ തീർച്ചയായും അവൻ പറയും, ഇത് എനിക്ക് അവകാശപ്പെട്ടതു തന്നെയാണ്. അന്ത്യസമയം ആസന്നമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അഥവാ ഞാൻ എൻ്റെ നാഥന്റെ അടുത്തേക്ക് തിരിച്ചയക്കപ്പെട്ടാലും എനിക്ക് അവന്റെ അടുത്ത് നല്ല അവസ്ഥയാണുണ്ടാവുക. എന്നാൽ ഇത്തരം സത്യനിഷേധികൾക്ക് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെപ്പറ്റി നാം വിവരമറിയിക്കും. കഠിനമായ ശിക്ഷ അവരെ ആസ്വദിപ്പിക്കും. وَإِذَا أَنْعَمْنَا عَلَى الْإِنسَانِ أَعْرَضَ وَنَأَى بِجَانِبِهِ وَإِذَا مَسَّهُ الشَّرُّ فَذُو دُعَاءٍ عَرِيضٍ. മനുഷ്യന് നാം വല്ല ഔദാര്യവും ചെയ്യുമ്പോൾ അവനത് അവഗണിക്കുന്നു, അഹന്ത നടിക്കുന്നു. വല്ല വിപത്തും അവനെ ബാധിച്ചാലോ അവനതാ ദീർഘമായ പ്രാർത്ഥനയിലേർപ്പെടുന്നു. قُلْ أَرَأَيْتُمْ إِنْ كَانَ مِنْ عِنْدِ اللَّهِ ثُمَّ كَفَرْتُمْ بِهِ مَنْ أَضَلُّ مِمَّنْ هُوَ فِي شِقَاقٍ بَعِيدٍ. ചോദിക്കുക, ഈ ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ളത് തന്നെയായിരിക്കുകയും എന്നിട്ട് നിങ്ങൾ അതിനെ തള്ളിപ്പറയുകയും അങ്ങനെ ഇതിനോടുള്ള എതിർപ്പിൽ ഏറെ ദൂരം പിന്നിട്ടവനായി തീരുകയുമാണെങ്കിൽ അവനേക്കാൾ പിഴച്ചവനായി ആരാണുണ്ടാവുകയെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ് أَوَلَمْ يَكْفِ بِرَبِّكَ أَنَّهُ عَلَى كُلِّ شَيْءٍ شَهِيدٌ. അടുത്തുതന്നെ
വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് കാണിച്ചു കൊടുക്കും. ഈ ഖുർആൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാകും വിധമായിരിക്കുമത്. നിന്റെ നാഥൻ സകല സംഗതികൾക്കും സാക്ഷിയാണെന്ന കാര്യം തന്നെ പോരെ അവരതിൽ വിശ്വാസമുള്ളവരാകാൻ. അലാ ഇന്നഹും ഫീ മിർയതിൻ മിൻ ലിഖാഇ റബ്ബിഹിം അലാ ഇന്നഹു ബികുല്ലി ശൈഇൻ മുഹീത്. അറിയുക, തീർച്ചയായും ഈ ജനം തങ്ങളുടെ നാഥനെ കണ്ടുമുട്ടുമെന്ന കാര്യത്തിൽ സംശയത്തിലാണ്. ഓർക്കുക, അവൻ സകല സംഗതികളെയും വലയം ചെയ്യുന്നവനാണ്. അധ്യായം 42. അശ്ശൂറ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 53. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഹാമീം. ഐൻ സീൻ ഖാഫ്. ഹാമീം. ഐൻ സീൻ ഖാഫ്. كذلك يوحي إليك وإلى الذين من قبلك الله العزيز الحكيم. പ്രതാപിയും യുക്തിമാനുമായ അല്ലാഹു നിനക്കും മുമ്പുള്ളവർക്കും ഇவ்விധം ദിവ്യബോധനം നൽകുന്നു. ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർളി വഹുവൽ അലിയുൽ അളീം. ആകാശഭൂമികളിലുള്ളതെല്ലാം അവന്റേതാണ്. അവൻ അത്യുന്നതനും മഹാനുമാണ്. തകാദു അസ്സമാവാതു യതഫത്തർന മിൻ ഫൗഖിഹിൻ വൽ മലായികതു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർദ് അലാ ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം. ആകാശങ്ങൾ അവയുടെ മുകൾ ഭാഗത്തുനിന്ന് പൊട്ടിച്ചിതറാൻ അടുത്തിരിക്കുന്നു. മലക്കുകൾ തങ്ങളുടെ നാഥനെ കീർത്തിക്കുന്നു, വാഴ്ത്തുന്നു. ഭൂമിയിലുള്ളവർക്കായി അവർ പാപമോചനം തേടുന്നു. അറിയുക, തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, പരമദയാലുവും. والذين اتخذوا من دونه أولياء الله حفيظ عليهم وما أنت عليهم بوكيل. അല്ലാഹുവെ വെടിഞ്ഞ് മറ്റു രക്ഷാധികാരികളെ സ്വീകരിച്ചവരുണ്ടല്ലോ, അല്ലാഹു അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ്. നിനക്ക് അവരുടെ മേൽനോട്ട ബാധ്യതയില്ല. وَكَذَلِكَ أَوْحَيْنَا إِلَيْكَ قُرْآنًا عَرَبِيًّا لِتُنذِرَ أُمَّ الْقُرَى وَمَنْ حَوْلَهَا وَتُنذِرَ يَوْمَ الْجَمْعِ لَا رَيْبَ فِيهِ فريق في الجنة وفريق في السعير. ഇவ்விധം നിനക്ക് നാം അറബി ഭാഷയിലുള്ള ഖുർആൻ ബോധനം നൽകിയിരിക്കുന്നു. നീ മാതൃനഗരത്തിലുള്ളവർക്കും അതിനു ചുറ്റുമുള്ളവർക്കും മുന്നറിയിപ്പ് നൽകാനാണിത്. സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയസാധ്യത പോലുമില്ലാത്ത ആ മഹാസംഗമത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനും. അന്നൊരു സംഘം സ്വർഗത്തിലായിരിക്കും, മറ്റൊരു സംഘം കത്തിക്കാളുന്ന നരകത്തീയിലും. വലൗ ശാഅ അല്ലാഹു ലജഅലഹും ഉമ്മതൻ വാഹിദതൻ വലാകിൻ യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതിഹി
والظالمون ما لهم من ولي ولا نصير. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മനുഷ്യരെ മുഴുവൻ അവൻ ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു. എന്നാൽ അവൻ ഇച്ഛിക്കുന്നവരെ അവൻ തന്റെ അനുഗ്രഹത്തിന് അവകാശിയാക്കുന്നു. അക്രമികൾക്ക് രക്ഷകനോ സഹായിയോ ഇല്ല. أم اتخذوا من دونه أولياء فالله هو الولي وهو يحيي الموتى وهو على كل شيء قدير. ഇക്കൂട്ടർ അവനെക്കൂടാതെ മറ്റു രക്ഷകരെ സ്വീകരിച്ചിരിക്കുകയാണോ? എന്നാൽ അറിയുക, യഥാർത്ഥ രക്ഷകൻ അല്ലാഹുവാണ്. അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു. അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ്. وَمَا اخْتَلَفْتُمْ فِيهِ مِنْ شَيْءٍ فَحُكْمُهُ إِلَى اللَّهِ ذَلِكُمُ اللَّهُ رَبِّي عَلَيْهِ تَوَكَّلْتُ وَإِلَيْهِ أُنِيبُ. നിങ്ങൾക്കിടയിൽ ഭിന്നതയുള്ളത് ഏതു കാര്യത്തിലായാലും അതിൽ വിധി തീർപ്പുണ്ടാക്കേണ്ടത് അല്ലാഹുവാണ്. അവൻ മാത്രമാണ് എന്റെ നാഥനായ അല്ലാഹു. ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഞാൻ ഖേദിച്ചു മടങ്ങുന്നതും അവങ്കലേക്ക് തന്നെ. ഫാത്തിറുസ് സമാവാതി വൽ അർദ് ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജൻ വമിനൽ അൻആമി അസ്വാജൻ യദ്റഉകും ഫീഹി ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. ആകാശഭൂമികളുടെ സൃഷ്ടാവാണവൻ. അവൻ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. നാൽക്കാലികളിലും ഇണകളെ ഉണ്ടാക്കിയിരിക്കുന്നു. അതിലൂടെ അവൻ നിങ്ങളെ സൃഷ്ടിച്ച് വംശം വികസിപ്പിക്കുന്നു. അല്ലാഹുവിനു തുല്യമായി ഒന്നുമില്ല. അവൻ എല്ലാം കേൾക്കുന്നവനാണ്, കാണുന്നവനും. ലഹു മഖാലീദുസ് സമാവാതി വൽ അർദ് യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ ഇന്നഹു ബികുല്ലി ശൈഇൻ അലീം. ആകാശഭൂമികളുടെ താക്കോലുകൾ അവന്റെ അധീനതയിലാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അളവറ്റ വിഭവങ്ങൾ നൽകുന്നു. അവൻ ഇച്ഛിക്കുന്നവർക്ക് അതിൽ കുറവ് വരുത്തുന്നു. അവൻ സകല സംഗതികളും നന്നായി അറിയുന്നവനാണ്. شرع لكم من الدين ما وصى به نوحا والذي أوحينا إليك وما وصينا به إبراهيم وموسى وعيسى أن أقيموا الدين ولا تتفرقوا فيه كبر على المشركين ما تدعوهم إليه الله يجتبي إليه من يشاء ويهدي إليه من ينيب. നൂഹിനോട് കൽപ്പിച്ചതും നിനക്കു നാം ദിവ്യബോധനമായി നൽകിയതും ഇബ്രാഹിം, മൂസ, ഈസ എന്നിവരോട് അനുശാസിച്ചതുമായ കാര്യം തന്നെ അവൻ നിങ്ങൾക്ക് നിയമമായി നിശ്ചയിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ ഈ ജീവിത വ്യവസ്ഥ സ്ഥാപിക്കുക, അതിൽ ഭിന്നിക്കാതിരിക്കുക എന്നതാണത്. നിങ്ങൾ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം ബഹുദൈവ വിശ്വാസികൾക്ക് വളരെ വലിയ ഭാരമായി തോന്നുന്നു. അല്ലാഹു താൻ ഇച്ഛിക്കുന്നവരെ തനിക്കു വേണ്ടി പ്രത്യേകം തെരഞ്ഞെടുക്കുന്നു. പശ്ചാത്തപിച്ചു തന്നിലേക്ക് മടങ്ങുന്നവരെ അല്ലാഹു നേർവഴിയിൽ നയിക്കുന്നു. وما تفرقوا إلا من بعد ما جاءهم العلم بغيا بينهم ولولا كلمة سبقت من ربك إلى أجل مسمى لقضي بينهم
وَإِنَّ الَّذِينَ أُورِثُوا الْكِتَابَ مِنْ بَعْدِهِمْ لَفِي شَكٍّ مِّنْهُ مُرِيبٍ. ശരിയായ അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ജനം ഭിന്നിച്ചിട്ടില്ല. ആ ഭിന്നതയോ അവർക്കിടയിലുണ്ടായിരുന്ന വിരോധം മൂലമാണ്. ഒരു നിശ്ചിത അവധി വരെ അന്ത്യവിധി സംഭവിക്കില്ലെന്ന നിന്റെ നാഥന്റെ തീരുമാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർക്കിടയിൽ ഇപ്പോൾ തന്നെ വിധി തീർപ്പ് കൽപ്പിക്കുമായിരുന്നു. അവർക്കു ശേഷം വേദപുസ്തകത്തിന് അവകാശികളായി തീർന്നവർ തീർച്ചയായും അതേക്കുറിച്ച് സങ്കീർണമായ സംശയത്തിലാണ്. فَلِذَلِكَ فَادْعُ وَاسْتَقِمْ كَمَا أُمِرْتَ وَلَا تَتَّبِعْ أَهْوَاءَهُمْ وَقُلْ آمَنْتُ بِمَا أَنزَلَ اللَّهُ مِنْ كِتَابٍ وَأُمِرْتُ لِأَعْدِلَ بَيْنَكُمْ اللَّهُ رَبُّنَا وَرَبُّكُمْ لَنَا أَعْمَالُنَا وَلَكُمْ أَعْمَالُكُمْ لَا حُجَّةَ بَيْنَنَا وَبَيْنَكُمْ اللَّهُ يَجْمَعُ بَيْنَنَا وَإِلَيْهِ الْمَصِيرُ. അതിനാൽ നീ സത്യപ്രബോധനം നടത്തുക, കൽപ്പിക്കപ്പെട്ട പോലെ നേരാം വിധം നിലകൊള്ളുക. അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുത്. പറയുക, അല്ലാഹു ഇറക്കിത്തന്ന എല്ലാ വേദപുസ്തകത്തിലും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിടയിൽ നീതി പാലിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവാണ് ഞങ്ങളുടെയും നിങ്ങളുടെയും നാഥൻ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളും. നമുക്കിടയിൽ തർക്കമൊന്നുമില്ല. ഒരു നാൾ അല്ലാഹു നമ്മയെല്ലാം ഒരുമിച്ചു കൂട്ടും. എല്ലാവർക്കും മടങ്ങിച്ചെല്ലാനുള്ളത് അവങ്കിലേക്ക് തന്നെയാണല്ലോ. വല്ലദീന യുഹാജ്ജൂന ഫില്ലാഹി മിൻ ബഅദി മസ്തുജീബ ലഹു حجتهم داحضة عند ربهم وعليهم غضب ولهم عذاب شديد. അല്ലാഹുവിന്റെ ക്ഷണം സ്വീകരിച്ച ശേഷം അതു സ്വീകരിച്ചവരോട് അല്ലാഹുവെക്കുറിച്ച് തർക്കിക്കുന്നവരുടെ വാദം അവരുടെ നാഥന്റെ അടുത്ത് തീർത്തും നിരർത്ഥകമാണ്. അവർക്ക് ദൈവകോപമുണ്ട്, കഠിനമായ ശിക്ഷയും. الله الذي أنزل الكتاب بالحق والميزان وما يدريك لعل الساعة قريب. സത്യസന്ദേശവുമായി വേദപുസ്തകവും തുലാസുമിറക്കിത്തന്നത് അല്ലാഹുവാണ്. നിനക്കറിയുമോ, ആ അന്ത്യസമയം അടുത്തുതന്നെ വന്നെത്തിയേക്കാം. يستعجل بها الذين لا يؤمنون بها والذين آمنوا مشفقون منها ويعلمون أنها الحق ألا إن الذين يمارون في الساعة لفي ضلال بعيد. ആ അന്ത്യദിനത്തിൽ വിശ്വസിക്കാത്തവരാണ് അതിനായി ധൃതി കൂട്ടുന്നത്. വിശ്വസിക്കുന്നവർ അതേക്കുറിച്ച് ഭയപ്പെടുന്നവരാണ്. അവർക്കറിയാം അത് സംഭവിക്കാൻ പോകുന്ന സത്യമാണെന്ന്. അറിയുക, അന്ത്യസമയത്തെ സംബന്ധിച്ച് തർക്കിക്കുന്നവർ തീർച്ചയായും വഴികേടിൽ ഏറെ ദൂരം പിന്നിട്ടിരിക്കുന്നു. അല്ലാഹു ലതീഫുൻ ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു തന്റെ ദാസന്മാരോട് ദയാമയനാണ്. അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ അന്നം നൽകുന്നു. അവൻ കരുത്തനാണ്, പ്രതാപിയും. من كان يريد حرث الآخرة نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب. വല്ലവനും
പരലോകത്തെ വിളവാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നാം അവനത് സമൃദ്ധമായി നൽകും. ആരെങ്കിലും ഇഹലോക വിളവാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവന് നാം അതും നൽകും. അപ്പോഴവന് പരലോക വിഭവങ്ങളൊന്നുമുണ്ടാവുകയില്ല. أَمْ لَهُمْ شُرَكَاءُ شَرَعُوا لَهُم مِّنَ الدِّينِ مَا لَمْ يَأْذَن بِهِ اللَّهُ وَلَوْلَا كَلِمَةُ الْفَصْلِ لَقُضِيَ بَيْنَهُمْ وَإِنَّ الظَّالِمِينَ لَهُمْ عَذَابٌ أَلِيمٌ. ഈ ജനത്തിന് അല്ലാഹു അനുവദിച്ചിട്ടില്ലാത്ത കാര്യം മതനിയമമായി നിശ്ചയിച്ചു കൊടുത്ത വല്ല പങ്കാളികളുമുണ്ടോ? വിധി തീർപ്പിനെ സംബന്ധിച്ച കൽപ്പന നേരത്തെ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്കിടയിൽ പെട്ടെന്നു തന്നെ വിധി തീർപ്പുണ്ടാകുമായിരുന്നു. സംശയമില്ല, അക്രമികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ترى الظالمين مشفقين مما كسبوا وهو واقع بهم والذين آمنوا وعملوا الصالحات في روضات الجنات لهم ما يشاءون عند ربهم ذلك هو الفضل الكبير. ആ അക്രമികൾ തങ്ങൾ നേടിവെച്ചതിനെക്കുറിച്ചോർത്ത് പേടിച്ചു വിറയ്ക്കുന്നത് നിനക്കു കാണാം. അവരിൽ അത് വന്നെത്തുക തന്നെ ചെയ്യും. എന്നാൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഉറപ്പായും സ്വർഗീയാരാമങ്ങളിലായിരിക്കും. അവർക്ക് തങ്ങളുടെ നാഥന്റെ അടുത്ത് അവരാഗ്രഹിക്കുന്നതൊക്കെ കിട്ടും. അതുതന്നെയാണ് അതിമഹത്തായ അനുഗ്രഹം. ذلك الذي يبشر الله عباده الذين آمنوا وعملوا الصالحات قل لا أسألكم عليه أجرا إلا المودة في القربى ومن يقترف حسنة نزد له فيها حسنا إن الله غفور شكور. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത തന്റെ ദാസന്മാർക്ക് അല്ലാഹു നൽകുന്ന ശുഭവാർത്തയാണിത്. പറയുക, ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോടൊരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല, അടുത്ത ബന്ധത്തിന്റെ പേരിലുള്ള ആത്മാർത്ഥമായ സ്നേഹമല്ലാതെ. ആരെങ്കിലും വല്ല നന്മയും നേടുകയാണെങ്കിൽ നാം അതിൽ വർധനവ് വരുത്തും. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്. أم يقولون افترى على الله كذبا فإن يشأ الله يختم على قلبك ويمحو الله الباطل ويحق الحق بكلماته إنه عليم بذات الصدور. അല്ല, ഈ പ്രവാചകൻ അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചുവെന്നാണോ ഇക്കൂട്ടർ പറയുന്നത്? എന്നാൽ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിന്റെ മനസ്സിനും അവൻ മുദ്രവെക്കുമായിരുന്നു. അല്ലാഹു അസത്യത്തെ തുടച്ചു നീക്കുന്നു, സത്യത്തെ തന്റെ വചനങ്ങളിലൂടെ സ്ഥാപിക്കുന്നു. സംശയമില്ല, അവൻ മനസ്സിനുള്ളിലുള്ളതെല്ലാം നന്നായി അറിയുന്നവനാണ്. وهو الذي يقبل التوبة عن عباده ويعفو عن السيئات ويعلم ما تفعلون. അവനാണ് തന്റെ ദാസന്മാരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ, പാപകൃത്യങ്ങൾ പുറത്തു കൊടുക്കുന്നവനും അവൻ തന്നെ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം നന്നായി അറിയുന്നവനാണവൻ. ويستجيب الذين آمنوا وعملوا الصالحات ويزيدهم من فضله والكافرون لهم عذاب شديد. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരുടെ പ്രാർത്ഥനകൾക്ക് അവൻ ഉത്തരം നൽകുന്നു. അവർക്ക് തന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. സത്യനിഷേധികളോ അവർക്ക് കൊടിയ ശിക്ഷയാണുണ്ടാവുക.
ولو بسط الله الرزق لعباده لبغوا في الأرض ولكن ينزل بقدر ما يشاء إنه بعباده خبير بصير. അല്ലാഹു തന്റെ ദാസന്മാർക്കെല്ലാം വിഭവം സുലഭമായി നൽകിയിരുന്നുവെങ്കിൽ അവർ ഭൂമിയിൽ അതിക്രമം കാണിക്കുമായിരുന്നു. എന്നാൽ അവൻ താനിച്ഛിക്കുന്നവർക്ക് നിശ്ചിത തോതനുസരിച്ച് അതിറക്കിക്കൊടുക്കുന്നു. സംശയമില്ല, അവൻ തന്റെ ദാസന്മാരെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്, സ്പഷ്ടമായി കാണുന്നവനും. وهو الذي ينزل الغيث من بعد ما قنطوا وينشر رحمته وهو الولي الحميد. ജനം നന്നേ നിരാശരായി കഴിഞ്ഞാൽ അവർക്ക് മഴ വർഷിപ്പിച്ചു കൊടുക്കുന്നത് അവനാണ്. തന്റെ അനുഗ്രഹം വിപുലമാക്കുന്നവനുമാണവൻ. രക്ഷകനും സ്തുത്യർഹനും അവൻ തന്നെ. ومن آياته خلق السماوات والأرض وما بث فيهما من دابة وهو على جمعهم إذا يشاء قدير. ആകാശഭൂമികളെ സൃഷ്ടിച്ചതും അവ രണ്ടിലും ജീവജാലങ്ങളെ വ്യാപിപ്പിച്ചതും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടവയാണ്. അവൻ ഇച്ഛിക്കുമ്പോൾ അവരെയൊക്കെ ഒരുമിച്ചു കൂട്ടാൻ കഴിവുറ്റവനാണവൻ. وما أصابكم من مصيبة فبما كسبت أيديكم ويعفو عن كثير. നിങ്ങൾക്ക് വന്നുപെട്ട വിപത്തുകളൊക്കെയും നിങ്ങളുടെ കൈകൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം തന്നെയാണ്. പല പാപങ്ങളും അവൻ പൊറുത്തു തരുന്നുമുണ്ട്. وما أنتم بمعجزين في الأرض وما لكم من دون الله من ولي ولا نصير. ഈ ഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് അല്ലാഹുവെ തോൽപ്പിക്കാനാവില്ല. അല്ലാഹുവെ കൂടാതെ നിങ്ങൾക്കൊരു രക്ഷകനോ സഹായിയോ ഇല്ല. ومن آياته الجوار في البحر كالأعلام. കടലിൽ മലകൾ പോലെ കാണുന്ന കപ്പലുകൾ അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടവയാണ്. إن يشأ يسكن الريح فيظللن رواكد على ظهره إن في ذلك لآيات لكل صبار شكور. അവൻ ഇച്ഛിക്കുമ്പോൾ അവൻ കാറ്റിനെ ഒതുക്കി നിർത്തുന്നു. അപ്പോൾ ആ കപ്പലുകൾ കടൽപ്പരപ്പിൽ അനക്കമറ്റു നിന്നു പോകുന്നു. നന്നായി ക്ഷമിക്കുന്നവർക്കും നന്ദി കാണിക്കുന്നവർക്കും നിശ്ചയമായും അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. أو يوبقهن بما كسبوا ويعفو عن كثير. അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന ഫലമായി അവനവയെ നശിപ്പിച്ചേക്കാം, എന്നാൽ ഏറെയും അവൻ മാപ്പാക്കുന്നു. ويعلم الذين يجادلون في آياتنا ما لهم من محيص. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി തർക്കിക്കുന്നവർക്ക് അപ്പോൾ ബോധ്യമാകും തങ്ങൾക്കൊരു രക്ഷാകേന്ദ്രവുമില്ലെന്ന്. فما أوتيتم من شيء فمتاع الحياة الدنيا وما عند الله خير وأبقى للذين آمنوا وعلى ربهم يتوكلون. നിങ്ങൾക്ക് നൽകിയതെന്തും ഐഹിക ജീവിതത്തിലെ താൽക്കാലിക വിഭവം മാത്രമാണ്. അല്ലാഹുവിന്റെ അടുത്തുള്ളതാണ് കൂടുതൽ ഉത്തമം. എന്നെന്നും നിലനിൽക്കുന്നതും അതുതന്നെ. അത് സത്യവിശ്വാസം സ്വീകരിക്കുകയും
തങ്ങളുടെ നാഥനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ്. والذين يجتنبون كبائر الإثم والفواحش وإذا ما غضبوا هم يغفرون. വൻ പാപങ്ങളിൽ നിന്നും നീചകൃത്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരാണവർ. കോപം വരുമ്പോൾ മാപ്പേകുന്നവരും. والذين استجابوا لربهم وأقاموا الصلاة وأمرهم شورى بينهم ومما رزقناهم ينفقون. തങ്ങളുടെ നാഥന്റെ വിളിക്കുത്തരം നൽകുകയും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും തങ്ങളുടെ കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിച്ച് തീരുമാനിക്കുകയും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരുമാണ്. والذين إذا أصابهم البغي هم ينتصرون. തങ്ങൾ അതിക്രമങ്ങൾക്കിരയായാൽ രക്ഷാനടപടി സ്വീകരിക്കുന്നവരും. وجزاء سيئة سيئة مثلها فمن عفا وأصلح فأجره على الله إنه لا يحب الظالمين. തിന്മയ്ക്കുള്ള പ്രതിഫലം തത്തുല്യമായ തിന്മ തന്നെ. എന്നാൽ ആരെങ്കിലും മാപ്പേകുകയും യോജിപ്പുണ്ടാക്കുകയുമാണെങ്കിൽ അവന് പ്രതിഫലം നൽകുക അല്ലാഹുവിന്റെ ഉത്തരവാദിത്തമത്രേ. അവൻ അക്രമികളെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. وَلَمَنِ انتصر بعد ظلمه فأولئك ما عليهم من سبيل. അക്രമത്തിനിരയായവർ ആത്മരക്ഷാപ്രവർത്തനം നടത്തുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർ കുറ്റക്കാരല്ല. إنما السبيل على الذين يظلمون الناس ويبغون في الأرض بغير الحق أولئك لهم عذاب أليم. ജനങ്ങളെ ദ്രോഹിക്കുകയും അന്യായമായി ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് കുറ്റക്കാർ. അത്തരക്കാർക്കു തന്നെയാണ് വേദനയേറിയ ശിക്ഷയുള്ളത്. وَلَمَنْ صَبَرَ وَغَفَرَ إِنَّ ذَلِكَ لَمِنْ عَزْمِ الْأُمُورِ. എന്നാൽ ആരെങ്കിലും ക്ഷമിക്കുകയും പൊറുക്കുകയുമാണെങ്കിൽ തീർച്ചയായും അത് ഇച്ഛാശക്തി ആവശ്യമുള്ള കാര്യങ്ങളിൽ പെട്ടതുതന്നെ. وَمَنْ يُضْلِلِ اللَّهُ فَمَا لَهُ مِنْ وَلِيٍّ مِّنْ بَعْدِهِ وَتَرَى الظَّالِمِينَ لَمَّا رَأَوُا الْعَذَابَ يَقُولُونَ هَلْ إِلَى مَرَدٍّ مِّنْ سَبِيلٍ. അല്ലാഹു ആരെയെങ്കിലും വഴികേടിലാക്കുകയാണെങ്കിൽ പിന്നെ അയാളെ രക്ഷിക്കാൻ ആർക്കുമാവില്ല. ശിക്ഷ നേരിൽ കാണും നേരം അക്രമികൾ ഒരു തിരിച്ചുപോക്കിന് വല്ല വഴിയുമുണ്ടോ എന്ന് ചോദിക്കുന്നതായി നിനക്ക് കാണാം. وَتَرَاهُمْ يُعْرَضُونَ عَلَيْهَا خَاشِعِينَ مِنَ الذُّلِّ يَنظُرُونَ مِنْ طَرْفٍ خَفِيٍّ وَقَالَ الَّذِينَ آمَنُوا إِنَّ الْخَاسِرِينَ الَّذِينَ خَسِرُوا أَنفُسَهُمْ وَأَهْلِيهِمْ يَوْمَ الْقِيَامَةِ أَلَا إِنَّ الظَّالِمِينَ فِي عَذَابٍ مُقِيمٍ. നാണക്കേടിനാൽ തലകുനിച്ചവരായി നരകത്തിന്റെ മുമ്പിൽ അവരെ ഹാജരാക്കുന്നത് നിനക്കു കാണാം. ഉള്ളിക്കണ്ണിട്ട് അവർ നരകത്തെ നോക്കും. അപ്പോൾ സത്യവിശ്വാസികൾ പറയും, ഉയിർത്തെഴുന്നേൽപ്പു നാളിൽ തങ്ങളെയും തങ്ങളുടെ സ്വന്തക്കാരെയും നഷ്ടത്തിൽപ്പെടുത്തിയവർ തന്നെയാണ് തീർച്ചയായും തുലഞ്ഞവർ. അറിയുക, അക്രമികൾ എന്നെന്നും കഠിന ശിക്ഷയിലായിരിക്കും. وَمَا كَانَ لَهُم مِّنْ أَوْلِيَاءَ يَنصُرُونَهُم مِّن دُونِ اللَّهِ وَمَا
ومن يضلل الله فما له من سبيل. അല്ലാഹുവല്ലാതെ തങ്ങളെ തുണയ്ക്കുന്ന രക്ഷാധികാരികളാരും അന്ന് അവർക്കുണ്ടാവുകയില്ല. അല്ലാഹു ആരെയെങ്കിലും വഴികേടിലാക്കിയാൽ പിന്നെ അവന് രക്ഷാമാർഗമൊന്നുമില്ല. ഇസ്തജീബൂ ലിറബ്ബികും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ് മാ ലകും മിൻ മൽജഇൻ യൗമഇദിൻ വമാ ലകും മിൻ നകീർ. അല്ലാഹുവിൽ നിന്ന് ആരാലും തട്ടിമാറ്റാനാവാത്ത ഒരു ദിനം വന്നെത്തും മുമ്പേ നിങ്ങൾ നിങ്ങളുടെ നാഥന്റെ വിളിക്കുത്തരം നൽകുക. അന്നാളിൽ നിങ്ങൾക്കൊരഭയ കേന്ദ്രവുമുണ്ടാവുകയില്ല. നിങ്ങളുടെ ദുരവസ്ഥയ്ക്ക് അറുതി വരുത്താനും ആരുമുണ്ടാവില്ല. فإن أعرضوا فما أرسلناك عليهم حفيظا إن عليك إلا البلاغ وإنا إذا أذقنا الإنسان منا رحمة فرح بها وإن تصبهم سيئة بما قدمت أيديهم فإن الإنسان كفور. അഥവാ ഇനിയും അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ നിന്നെ നാം അവരുടെ സംരക്ഷകനായൊന്നും അയച്ചിട്ടില്ല. നിന്റെ ബാധ്യത സന്ദേശമെത്തിക്കൽ മാത്രമാണ്. മനുഷ്യനെ നാം നമ്മുടെ ഭാഗത്തുനിന്നുള്ള അനുഗ്രഹം ആസ്വദിപ്പിച്ചാൽ അതിലവൻ മതിമറന്നാഹ്ലാദിക്കുന്നു. എന്നാൽ തങ്ങളുടെ തന്നെ കൈക്കുറ്റങ്ങൾ കാരണമായി വല്ല വിപത്തും വന്നുപെട്ടാലോ അപ്പോഴേക്കും മനുഷ്യൻ പറ്റേ നന്ദികെട്ടവനായിത്തീരുന്നു. ലില്ലാഹി മുൽകുസ് സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാ يهب لمن يشاء إناثا ويهب لمن يشاء الذكور. ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹുവിനാണ്. അവനിച്ഛിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അവനിച്ഛിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ പ്രദാനം ചെയ്യുന്നു. അവനിച്ഛിക്കുന്നവർക്ക് ആൺകുട്ടികളെയും സമ്മാനിക്കുന്നു. أو يزوجهم ذكرانا وإناثا ويجعل من يشاء عقيما إنه عليم قدير. അല്ലെങ്കിൽ അവനവർക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തിക്കൊടുക്കുന്നു. അവനിച്ഛിക്കുന്നവരെ വന്ധ്യരാക്കുന്നു. തീർച്ചയായും അവൻ സകലതും അറിയുന്നവനാണ്, എല്ലാറ്റിനും കഴിവുറ്റവനും. وما كان لبشر أن يكلمه الله إلا وحيا أو من وراء حجاب أو يرسل رسولا فيوحي بإذنه ما يشاء ഇന്നഹു അലിയ്യുൻ ഹകീം. അല്ലാഹു ഒരു മനുഷ്യനോടും നേർക്കുനേരെ സംസാരിക്കാറില്ല. അതുണ്ടാവുന്നത് ഒന്നുകിൽ ദിവ്യബോധനത്തിലൂടെയാണ്, അല്ലെങ്കിൽ മറയ്ക്കു പിന്നിൽ നിന്ന്, അതുമല്ലെങ്കിൽ ഒരു ദൂതനെ അയച്ചുകൊണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ അനുമതിയോടെ അവനിച്ഛിക്കുന്നത് ആ ദൂതനിലൂടെ ബോധനം നൽകുന്നു. സംശയമില്ല, അല്ലാഹു അത്യുന്നതനാണ്, യുക്തിമാനും. وَكَذَلِكَ أَوْحَيْنَا إِلَيْكَ رُوحًا مِّنْ أَمْرِنَا مَا كُنْتَ تَدْرِي مَا الْكِتَابُ وَلَا الْإِيمَانُ وَلَكِنْ جَعَلْنَاهُ نُورًا نَهْدِي بِهِ مَن نَّشَاءُ مِنْ عِبَادِنَا وَإِنَّكَ لَتَهْدِي
إلى صراط مستقيم. ഇவ்വിധം നാം നിനക്ക് നമ്മുടെ കൽപ്പനയാൽ ചൈതന്യവത്തായ ഒരു സന്ദേശം ബോധനം നൽകിയിരിക്കുന്നു. എന്താണ് വേദപുസ്തകം, എന്താണ് വിശ്വാസം എന്നൊന്നും നിനക്കറിയുമായിരുന്നില്ല. അങ്ങനെ ആ സന്ദേശത്തെ നാം ഒരു വെളിച്ചമാക്കിയിരിക്കുന്നു. അതുവഴി നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം ഇച്ഛിക്കുന്നവരെ നേർവഴിയിൽ നയിക്കുന്നു. തീർച്ചയായും നീ നേർമാർഗത്തിലേക്കാണ് വഴി നടത്തുന്നത്. സിറാത്തില്ലാഹി അല്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് അലാ ഇലല്ലാഹി തസീറുൽ ഉമൂർ. ആകാശഭൂമികളിലുള്ളവയുടെയെല്ലാം ഉടമയായ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക്. അറിയുക, കാര്യങ്ങളൊക്കെയും മടങ്ങിയെത്തുക അല്ലാഹു. അധ്യായം 43. അസ്സുഖ്റുഫ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 89. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഹാമീം വൽ കിതാബിൽ മുബീൻ. ഹാമീം. സുവ്യക്തമായ ഈ വേദപുസ്തകം തന്നെ സത്യം. ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. തീർച്ചയായും നാം ഇതിനെ അറബി ഭാഷയിലുള്ള ഖുർആൻ ആക്കിയിരിക്കുന്നു, നിങ്ങൾ ചിന്തിച്ചറിയാൻ. വഇന്നഹു ഫീ ഉമ്മിൽ കിതാബി ലദൈനാ ലഅലിയ്യുൻ ഹകീം. സംശയമില്ല, ഇത് ഒരു മൂലപ്രമാണത്തിലുള്ളതാണ്. നമ്മുടെ അടുത്ത് അത്യുന്നത സ്ഥാനമുള്ളതും തത്വപൂർണവുമാണിത്. അഫനദ്രിബു അൻകുമുദ് ദിക്ര സഫ്ഹൻ അൻ കുൻതും ഖൗമൻ മുസ്രിഫീൻ. നിങ്ങൾ അതിരുവിട്ട് കഴിയുന്ന ജനമായതിനാൽ നിങ്ങളെ മാറ്റി നിർത്തി നിങ്ങൾക്ക് ഈ ഉദ്ബോധനം നൽകുന്നത് നാം നിർത്തിവെക്കുകയോ? വകം അർസൽനാ മിൻ നബിയ്യിൻ ഫിൽ അവ്വലീൻ. പൂർവസമൂഹങ്ങളിൽ നാം നിരവധി പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. വമാ യഅതീഹിം മിൻ നബിയ്യിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ജനങ്ങൾ തങ്ങൾക്ക് വന്നെത്തിയ ഒരു പ്രവാചകനെയും പരിഹസിക്കാതിരുന്നിട്ടില്ല. ഫഅഹ്ലക്നാ അശദ്ദ മിൻഹും ബത്ശൻ വമദാ മസലുൽ അവ്വലീൻ. അങ്ങനെ ഇവരെക്കാൾ എത്രയോ കയ്യൂക്കും കരുത്തുമുണ്ടായിരുന്നവരെ നാം നശിപ്പിച്ചിട്ടുണ്ട്. പൂർവികരുടെ ഉദാഹരണങ്ങൾ നേരത്തെ കഴിഞ്ഞുപോയിട്ടുമുണ്ട്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്ന ഖലഖഹുന്നൽ അസീസുൽ അലീം. ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരെന്ന് നീ അവരോട് ചോദിച്ചാൽ ഉറപ്പായും അവർ പറയും, പ്രതാപിയും എല്ലാം അറിയുന്നവനുമായവനാണ് അവയെ സൃഷ്ടിച്ചത്. അല്ലദീ ജഅല ലക്കുമുൽ അർദ മഹ്ദൻ വജഅല ലക്കും ഫീഹാ സുബുലൻ ലഅല്ലക്കും തഹ്തദൂൻ. നിങ്ങൾക്കായി ഭൂമിയെ തൊട്ടിലാക്കി തന്നവനാണവൻ, അതിൽ പാതകൾ ഒരുക്കിത്തന്നവനും നിങ്ങൾ വഴിയറിയുന്നവരാകാൻ. വല്ലദീ നസ്സല മിനസ് സമാഇ മാഅൻ ബിഖദരിൻ ഫഅൻശർനാ ബിഹി ബൽദതൻ മൈതാ കദാലിക തുഖ്റജൂൻ. മാനത്തുനിന്ന് നിശ്ചിത തോതിൽ വെള്ളം വീഴ്ത്തിത്തന്നതും അവനാണ്. അങ്ങനെ അതുവഴി നാം ചത്തുകിടക്കുന്ന ഭൂമിയെ ചൈതന്യവത്താക്കി. അவ்விധം ഒരു നാൾ
നിങ്ങളെയും ജീവനേകി പുറത്തെടുക്കും. والذي خلق الأزواج كلها وجعل لكم من الفلك والأنعام ما تركبون. എല്ലാ ഇണകളെയും സൃഷ്ടിച്ചവനാണവൻ. കപ്പലുകളിലും കന്നുകാലികളിലും നിങ്ങൾക്ക് യാത്ര സൗകര്യപ്പെടുത്തിയതും മറ്റാരുമല്ല. لتستووا على ظهوره ثم تذكروا نعمة ربكم إذا استويتم عليه وتقولوا سبحان الذي سخر لنا هذا وما كنا له مقرنين. നിങ്ങൾ അവയുടെ പുറത്ത് കയറി ഇരിപ്പുറപ്പിക്കാനാണിത്. അങ്ങനെ നിങ്ങൾ അവിടെ ഇരുപ്പുറപ്പിച്ചാൽ നിങ്ങളുടെ നാഥന്റെ അനുഗ്രഹങ്ങൾ ഓർക്കാനും നിങ്ങളിങ്ങനെ പറയാനുമാണ്, ഞങ്ങൾക്കിവയെ അധീനപ്പെടുത്തി തന്നവൻ എത്ര പരിശുദ്ധൻ, നമുക്ക് സ്വയം അവയെ കീഴ്പ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. وَإِنَّا إِلَى رَبِّنَا لَمُنقَلِبُونَ. തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ നാഥന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലേണ്ടവരാണ്. وَجَعَلُوا لَهُ مِنْ عِبَادِهِ جُزْءًا إِنَّ الْإِنسَانَ لَكَفُورٌ مُبِينٌ. ഈ ജനം അല്ലാഹുവിന്റെ ദാസന്മാരിൽ ഒരു വിഭാഗത്തെ അവന്റെ ഭാഗമാക്കി വച്ചിരിക്കുന്നു. മനുഷ്യൻ പ്രത്യക്ഷത്തിൽ തന്നെ വളരെ നന്ദികെട്ടവനാണ്. أَمِ اتَّخَذَ مِمَّا يَخْلُقُ بَنَاتٍ وَأَصْفَاكُم بِالْبَنِينَ. അതല്ല, അല്ലാഹു തന്റെ സൃഷ്ടികളിൽ പെൺമക്കളെ തനിക്കു മാത്രമാക്കി വെക്കുകയും ആൺകുട്ടികളെ നിങ്ങൾക്ക് പ്രത്യേകം തരികയും ചെയ്തുവെന്നു. وَإِذَا بُشِّرَ أَحَدُهُم بِمَا ضَرَبَ لِلرَّحْمَنِ مَثَلًا ظَلَّ وَجْهُهُ مُسْوَدًّا وَهُوَ كَظِيمٌ. പരമകാരുണികനായ അല്ലാഹുവോട് ചേർത്തി പറയുന്ന പെണ്ണിന്റെ പിറവിയെപ്പറ്റി അവരിലൊരാൾക്ക് ശുഭവാർത്ത അറിയിച്ചാൽ അവന്റെ മുഖം കറുത്തിരുണ്ടതായിത്തീരുന്നു, അവൻ അത്യധികം ദുഃഖിതനാവുന്നു. أَوَمَن يُنَشَّأُ فِي الْحِلْيَةِ وَهُوَ فِي الْخِصَامِ غَيْرُ مُبِينٍ. ആഭരണങ്ങൾ അണിയിച്ച് വളർത്തപ്പെടുന്ന, തർക്കങ്ങളിൽ തന്റെ നിലപാട് തെളിയിക്കാൻ കഴിവില്ലാത്ത സന്തതിയെയാണോ അല്ലാഹുവിന്റെ പേരിൽ ആരോപിക്കുന്നത്? وَجَعَلُوا الْمَلَائِكَةَ الَّذِينَ هُمْ عِبَادُ الرَّحْمَنِ إِنَاثًا أَشَهِدُوا خَلْقَهُمْ سَتُكْتَبُ شَهَادَتُهُمْ وَيُسْأَلُونَ. പരമകാരുണികനായ അല്ലാഹുവിന്റെ അടിമകളായ മലക്കുകളെ ഇവർ സ്ത്രീകളായി സങ്കൽപ്പിച്ചിരിക്കുന്നു. അവരുടെ സൃഷ്ടികർമ്മത്തിന് ഇവർ സാക്ഷികളായിരുന്നു. ഇവരുടെ സാക്ഷ്യം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. അതിന്റെ പേരിൽ ഇവരെ ചോദ്യം ചെയ്യുന്നതുമാണ്. وَقَالُوا لَوْ شَاءَ الرَّحْمَنُ مَا عَبَدْنَاهُمْ مَا لَهُم بِذَلِكَ مِنْ عِلْمٍ إِنْ هُمْ إِلَّا يَخْرُصُونَ. ഇക്കൂട്ടർ പറയുന്നു, പരമകാരുണികനായ അല്ലാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അവരെ പൂജിക്കുമായിരുന്നില്ല. സത്യത്തിൽ അവർക്ക് അതേപ്പറ്റി ഒന്നും അറിയില്ല. വെറും അനുമാനങ്ങൾ മെനഞ്ഞുണ്ടാക്കുകയാണിവർ. أَمْ آتَيْنَاهُمْ كِتَابًا مِّن قَبْلِهِ فَهُمْ بِهِ مُسْتَمْسِكُونَ. അതല്ല, നാം ഇവർക്ക് നേരത്തെ വല്ല വേദപുസ്തകവും കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഇവരത് മുറുകെ പിടിക്കുകയാണോ? بَلْ قَالُوا إِنَّا وَجَدْنَا آبَاءَنَا عَلَى أُمَّةٍ وَإِنَّا عَلَى آثَارِهِم مُهْتَدُونَ. എന്നാൽ ഇവർ പറയുന്നതിതാണ്, ഞങ്ങളുടെ പിതാക്കൾ ഒരു വഴിയിൽ നിലകൊണ്ടതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു. തീർച്ചയായും
ഞങ്ങൾ അവരുടെ പാത പിന്തുടർന്ന് നേർവഴിയിൽ നീങ്ങുകയാണ്. وكذلك ما أرسلنا من قبلك في قرية من نذير إلا قال مترفوها إنا وجدنا آباءنا على أمة وإنا على آثارهم مقتدون. ഇவ்വിധം നാം നിനക്കു മുമ്പ് പല നാടുകളിലേക്കും മുന്നറിയിപ്പുകാരെ അയച്ചു. അപ്പോഴെല്ലാം അവരിലെ സുഖലോലുപർ പറഞ്ഞിരുന്നത് ഇതാണ്: ഞങ്ങളുടെ പൂർവപിതാക്കൾ ഒരു മാർഗം അവലംബിക്കുന്നവരായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങൾ അവരുടെ പാരമ്പര്യം മുറുകെ പിടിക്കുകയാണ്. قال أولو جئتكم بأهدى مما وجدتم عليه آباءكم قالوا إنا بما أرسلتم به كافرون. ആ മുന്നറിയിപ്പുകാരൻ ചോദിച്ചു: നിങ്ങളുടെ പിതാക്കൾ പിന്തുടരുന്നതായി നിങ്ങൾ കണ്ട മാർഗത്തേക്കാൾ ഏറ്റവും ചൊവ്വായ വഴിയുമായി ഞാൻ നിങ്ങളുടെ അടുത്തു വന്നാലും നിങ്ങളത് അംഗീകരിക്കില്ലേ? അവർ പറഞ്ഞു: നിങ്ങൾ ഏതൊരു ജീവിതമാർഗവുമായാണോ അയക്കപ്പെട്ടിരിക്കുന്നത് അതിനെ ഞങ്ങളിതാ തള്ളിപ്പറയുന്നു. فانتقمنا منهم فانظر كيف كان عاقبة المكذبين. അവസാനം നാം അവരോട് പ്രതികാരം ചെയ്തു. നോക്കൂ, സത്യത്തെ തള്ളിപ്പറഞ്ഞവരുടെ അന്ത്യം എവ്വിധമായിരുന്നുവെന്ന്. وَإِذْ قَالَ إِبْرَاهِيمُ لِأَبِيهِ وَقَوْمِهِ إِنَّنِي بَرَاءٌ مِّمَّا تَعْبُدُونَ. ഇബ്രാഹിം തന്റെ പിതാവിനോടും ജനതയോടും പറഞ്ഞ സന്ദർഭം: നിങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്നവയിൽ നിന്നെല്ലാം തീർത്തും മുക്തനാണ് ഞാൻ. إِلَّا الَّذِي فَطَرَنِي فَإِنَّهُ سَيَهْدِينِ. എന്നെ സൃഷ്ടിച്ചവനിൽ നിന്നൊഴികെ അവൻ എന്നെ നേർവഴിയിലാക്കും. وَجَعَلَهَا كَلِمَةً بَاقِيَةً فِي عَقِبِهِ لَعَلَّهُمْ يَرْجِعُونَ. ഈ വചനത്തെ ഇബ്രാഹിം തന്റെ പിൻഗാമികളിലും ബാക്കിവെച്ചു, അവർ സത്യത്തിലേക്ക് തിരിച്ചുവരാൻ. بل متعت هؤلاء وآباءهم حتى جاءهم الحق ورسول مبين. ഇക്കൂട്ടരെയും ഇവരുടെ മുൻഗാമികളെയും ഞാൻ ജീവിതം ആസ്വദിപ്പിച്ചു. സത്യസന്ദേശവും അത് വ്യക്തമായി വിവരിച്ചു കൊടുക്കുന്ന ദൈവദൂതനും അവർക്ക് വന്നെത്തും വരെ. وَلَمَّا جَاءَهُمُ الْحَقُّ قَالُوا هَذَا سِحْرٌ وَإِنَّا بِهِ كَافِرُونَ. അങ്ങനെ അവർക്ക് സത്യം വന്നെത്തി. അപ്പോൾ അവർ പറഞ്ഞു, ഇത് വെറുമൊരു മായാജാലമാണ്, ഞങ്ങൾ ഇതിനെ ഇതാ തള്ളിപ്പറയുന്നു. وَقَالُوا لَوْلَا نُزِّلَ هَذَا الْقُرْآنُ عَلَى رَجُلٍ مِّنَ الْقَرْيَتَيْنِ عَظِيمٍ. ഇവർ ചോദിക്കുന്നു, ഈ ഖുർആൻ ഈ രണ്ട് പട്ടണങ്ങളിലെ ഏതെങ്കിലും മഹാപുരുഷന് ഇറക്കിക്കിട്ടാത്തതെന്ത്? أَهُمْ يَقْسِمُونَ رَحْمَةَ رَبِّكَ نحن قسمنا بينهم معيشتهم في الحياة الدنيا ورفعنا بعضهم فوق بعض درجات ليتخذ بعضهم بعضا سخريا ورحمة ربك خير مما يجمعون.
ഇവരാണോ നിന്റെ നാഥന്റെ അനുഗ്രഹം വീതം വെച്ചു കൊടുക്കുന്നത്? ഐഹിക ജീവിതത്തിൽ ഇവർക്കിടയിൽ തങ്ങളുടെ ജീവിത വിഭവം വീതം വെച്ചു കൊടുത്തത് നാമാണ്. അങ്ങനെ ഇവരിൽ ചിലർക്ക് മറ്റു ചിലരേക്കാൾ നാം പല പദവികളും നൽകി. ഇവരിൽ ചിലർ മറ്റു ചിലരെ തങ്ങളുടെ ചൊൽപ്പടിയിൽ നിർത്താനാണിത്. ഇവർ ശേഖരിച്ചു വെക്കുന്നതിനേക്കാളെല്ലാം ഉത്തമം നിന്റെ നാഥന്റെ അനുഗ്രഹം തന്നെ. ولولا أن يكون الناس أمة واحدة لجعلنا لمن يكفر بالرحمن لبيوتهم سقفا من فضة ومعارج عليها يظهرون. ജനം ഒരൊറ്റ സമുദായമായി പോകുമായിരുന്നില്ലെങ്കിൽ പരമകാരുണികനായ അല്ലാഹുവെ തള്ളിപ്പറയുന്നവർക്ക് അവരുടെ വീടുകൾക്ക് വെള്ളികൊണ്ടുള്ള മേൽപ്പുരകളും അവർക്ക് കയറിപ്പോകാൻ വെള്ളികൊണ്ടുള്ള കോണികളും നാം ഉണ്ടാക്കിക്കൊടുക്കുമായിരുന്നു. وَلِبُيُوتِهِمْ أَبْوَابًا وَسُرُرًا عَلَيْهَا يَتَّكِئُونَ وَزُخْرُفًا وَإِن كُلُّ ذَلِكَ لَمَّا مَتَاعُ الْحَيَاةِ الدُّنْيَا وَالْآخِرَةُ عِندَ رَبِّكَ لِلْمُتَّقِينَ. അങ്ങനെ അവരുടെ വീടുകൾക്ക് വാതിലുകളും അവർക്ക് ചാരിയിരിക്കാനുള്ള കട്ടിലുകളും നൽകുമായിരുന്നു, സ്വർണത്താലുള്ള അലങ്കാരങ്ങളും. എന്നാൽ ഇതെല്ലാം ഐഹിക ജീവിതത്തിലെ സുഖഭോഗ വിഭവം മാത്രമാണ്. പരലോകം നിന്റെ നാഥന്റെ അടുത്ത് ഭക്തന്മാർക്ക് മാത്രമുള്ളതാണ്. وَمَن يَعْشُ عَن ذِكْرِ الرَّحْمَنِ نُقَيِّضْ لَهُ شَيْطَانًا فَهُوَ لَهُ قَرِينٌ. പരമകാരുണികന്റെ ഉദ്ബോധനത്തോട് അന്ധത നടിക്കുന്നവന് നാം ഒരു ചെകുത്താനെ ഏർപ്പെടുത്തും. അങ്ങനെ ആ ചെകുത്താൻ അവന്റെ ചങ്ങാതിയായിത്തീരും. وَإِنَّهُمْ لَيَصُدُّونَهُمْ عَنِ السَّبِيلِ وَيَحْسَبُونَ أَنَّهُمْ مُهْتَدُونَ. തീർച്ചയായും ആ ചെകുത്താന്മാർ അവരെ നേർവഴിയിൽ നിന്ന് തടയുന്നു. അതോടൊപ്പം തങ്ങൾ നേർവഴിയിൽ തന്നെയാണെന്ന് അവർ വിചാരിക്കുന്നു. حتى إذا جاءنا قال يا ليت بيني وبينك بعد المشرقين فبئس القرين. അവസാനം നമ്മുടെ അടുത്ത് വന്നെത്തുമ്പോൾ അയാൾ തന്നോടൊപ്പമുള്ള ചെകുത്താനോട് പറയും, എനിക്കും നിനക്കുമിടയിൽ ഉദയാസ്തമയ സ്ഥാനങ്ങൾ തമ്മിലുള്ള അകലം ഉണ്ടായിരുന്നെങ്കിൽ നീ എത്ര ചീത്ത ചങ്ങാതി. وَلَن يَنفَعَكُمُ الْيَوْمَ إِذ ظَّلَمْتُمْ أَنَّكُمْ فِي الْعَذَابِ مُشْتَرِكُونَ. നിങ്ങൾ അക്രമം പ്രവർത്തിച്ചിരിക്കെ എല്ലാവരും ശിക്ഷയിൽ പങ്കാളികളാണെന്നതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് പ്രയോജനമൊന്നുമില്ല. أَفَأَنْتَ تُسْمِعُ الصُّمَّ أَوْ تَهْدِي الْعُمْيَ وَمَنْ كَانَ فِي ضَلَالٍ مُبِينٍ. നിനക്ക് ബധിരന്മാരെ കേൾപ്പിക്കാനാകുമോ? കണ്ണില്ലാത്തവരെയും വ്യക്തമായ വഴികേടിലായവരെയും നേർവഴിയിലാക്കാൻ നിനക്ക് കഴിയുമോ? فَإِمَّا نَذْهَبَنَّ بِكَ فَإِنَّا مِنْهُمْ مُنْتَقِمُونَ. ഏതായാലും ശരി, നാം അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഒരു വേള നിന്നെ നാം ഇഹലോകത്തു നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞ ശേഷമാവാം. أَوْ نُرِيَنَّكَ الَّذِي وَعَدْنَاهُمْ فَإِنَّا عَلَيْهِمْ مُقْتَدِرُونَ. അല്ലെങ്കിൽ നാം അവർക്ക് വാഗ്ദാനം ചെയ്ത ശിക്ഷ നിനക്കു നാം കാണിച്ചു തന്നേക്കാം. തീർച്ചയായും അവരെ ശിക്ഷിക്കാൻ നാം തികച്ചും കഴിവുറ്റവൻ തന്നെ. فَاسْتَمْسِكْ بِالَّذِي أُوحِيَ إِلَيْكَ
إنك على صراط مستقيم. അതിനാൽ നിനക്ക് നാം ബോധനം നൽകിയത് മുറുകെ പിടിക്കുക. ഉറപ്പായും നീ നേർവഴിയിലാണ്. وإنه لذكر لك ولقومك وسوف تسألون. തീർച്ചയായും ഈ വേദം നിനക്കും നിന്റെ ജനത്തിനും ഒരു ഉദ്ബോധനമാണ്. ഒരു നാൾ അതേക്കുറിച്ച് നിങ്ങളെ ചോദ്യം ചെയ്യും. واسأل من أرسلنا من قبلك من رسلنا أجعلنا من دون الرحمن آلهة يعبدون. നിനക്കു മുമ്പ് നാം നിയോഗിച്ച നമ്മുടെ ദൂതന്മാരോട് ചോദിച്ചു നോക്കൂ, പരമകാരുണികനെ കൂടാതെ പൂജിക്കപ്പെടേണ്ട വല്ല ദൈവങ്ങളെയും നാം നിശ്ചയിച്ചിട്ടുണ്ടോയെന്ന്. وَلَقَدْ أَرْسَلْنَا مُوسَى بِآيَاتِنَا إِلَى فِرْعَوْنَ وَمَلَئِهِ فَقَالَ إِنِّي رَسُولُ رَبِّ الْعَالَمِينَ. മൂസായെ നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി ഫിർഔന്റെയും അവന്റെ പ്രധാനികളുടെയും അടുത്തേക്ക് അയച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സംശയം വേണ്ട, ഞാൻ പ്രപഞ്ചനാഥന്റെ ദൂതനാണ്. فَلَمَّا جَاءَهُم بِآيَاتِنَا إِذَا هُم مِّنْهَا يَضْحَكُونَ. അങ്ങനെ അദ്ദേഹം നമ്മുടെ തെളിവുകളുമായി അവരുടെ അടുത്ത് ചെന്നപ്പോഴോ അവരതാ അവയെ പരിഹസിച്ചു ചിരിക്കുന്നു. وَمَا نُرِيهِم مِّنْ آيَةٍ إِلَّا هِيَ أَكْبَرُ مِنْ أُخْتِهَا وَأَخَذْنَاهُم بِالْعَذَابِ لَعَلَّهُمْ يَرْجِعُونَ. അവർക്ക് നാം തെളിവുകൾ ഓരോന്നോരോന്നായി കാണിച്ചു കൊടുത്തു. അവയോരോന്നും അതിന്റെ മുമ്പത്തേതിനേക്കാൾ ഗംഭീരമായിരുന്നു. അവസാനം നാം അവരെ നമ്മുടെ ശിക്ഷയാൽ പിടികൂടി. എല്ലാം അവരതിൽ നിന്ന് തിരിച്ചുവരാൻ വേണ്ടിയായിരുന്നു. وَقَالُوا يَا أَيُّهَا السَّاحِرُ ادْعُ لَنَا رَبَّكَ بِمَا عَهِدَ عِندَكَ إِنَّنَا لَمُهْتَدُونَ. അവർ പറഞ്ഞു, അല്ലയോ ജാലവിദ്യക്കാരാ, നീയുമായി നിന്റെ നാഥനുണ്ടാക്കിയ കരാർ അനുസരിച്ച് നീ നിന്റെ നാഥനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഉറപ്പായും ഞങ്ങൾ നേർവഴിയിൽ വന്നുകൊള്ളാം. فَلَمَّا كَشَفْنَا عَنْهُمُ الْعَذَابَ إِذَا هُمْ يَنكُثُونَ. അങ്ങനെ നാം അവരിൽ നിന്ന് ആ ശിക്ഷ നീക്കിക്കളഞ്ഞപ്പോൾ അവരതാ തങ്ങളുടെ വാക്ക് ലംഘിക്കുന്നു. وَنَادَى فِرْعَوْنُ فِي قَوْمِهِ قَالَ يَا قَوْمِ أَلَيْسَ لِي مُلْكُ مِصْرَ وَهَٰذِهِ الْأَنْهَارُ تَجْرِي مِن تَحْتِي أَفَلَا تُبْصِرُونَ. ഫിർഔൻ തന്റെ ജനത്തോട് വിളിച്ചു ചോദിച്ചു, എന്റെ ജനമേ, ഈജിപ്തിന്റെ ആധിപത്യം എനിക്കല്ലേ? ഈ നദികൾ ഒഴുകുന്നത് എന്റെ താഴ്ഭാഗത്തൂടെയല്ലേ? എന്നിട്ടും നിങ്ങൾ കാര്യം കണ്ടറിയുന്നില്ലേ? أَمْ أَنَا خَيْرٌ مِّنْ هَٰذَا الَّذِي هُوَ مَهِينٌ وَلَا يَكَادُ يُبِينُ. അല്ല, നന്നേ നിസാരനും വ്യക്തമായി സംസാരിക്കാൻ പോലും കഴിയാത്തവനുമായ ഇവനേക്കാൾ ഉത്തമൻ ഞാൻ തന്നെയല്ലേ? فَلَوْلَا أُلْقِيَ عَلَيْهِ أَسْوِرَةٌ مِّن ذَهَبٍ أَوْ جَاءَ مَعَهُ الْمَلَائِكَةُ مُقْتَرِنِينَ. ഇവൻ പ്രവാചകനെങ്കിൽ ഇവനെ സ്വർണവളകൾ അണിയിക്കാത്തതെന്ത്? അല്ലെങ്കിൽ ഇവനോടൊത്ത് അകമ്പടിക്കാരായി മലക്കുകൾ വരാത്തതെന്ത്? فَاسْتَخَفَّ قَوْمَهُ فَأَطَاعُوهُ إِنَّهُمْ كَانُوا قَوْمًا فَاسِقِينَ. അങ്ങനെ ഫിർഔൻ തന്റെ ജനത്തെ വിഡ്ഢികളാക്കി. അതോടെ അവർ അവനെ അനുസരിച്ചു.
അവർ തീർത്തും അധാർമികരായ ജനതയായിരുന്നു. فلما آسفونا انتقمنا منهم فأغرقناهم أجمعين. അവസാനം അവർ നമ്മെ പ്രകോപിപ്പിച്ചപ്പോൾ നാം അവരോട് പ്രതികാരം ചെയ്തു, അവരെയൊക്കെ മുക്കിയൊടുക്കി. فجعلناهم سلفا ومثلا للآخرين. അങ്ങനെ അവരെ നാം പിൻഗാമികൾക്ക് ഒരു മാതൃകയാക്കി, ഒപ്പം ഗുണപാഠമാകുന്ന ഒരു ഉദാഹരണവും. ولما ضرب ابن مريم مثلا إذا قومك منه يصدون. മറിയമിന്റെ മകനെ മാതൃകാ പുരുഷനായി എടുത്തു കാണിച്ചപ്പോഴും നിന്റെ ജനതയിതാ അതിന്റെ പേരിൽ ഒച്ചവെക്കുന്നു. وقالوا أآلهتنا خير أم هو ما ضربوه لك إلا جدلا بل هم قوم خصمون. അവർ ചോദിക്കുന്നു, ഞങ്ങളുടെ ദൈവങ്ങളാണോ ഉത്തമം, അതല്ല ഇവനോ? അവർ നിന്നോട് ഇതെടുത്തു പറയുന്നത് തർക്കത്തിനു വേണ്ടി മാത്രമാണ്. എന്നാൽ അവർ തീർത്തും താർക്കികരായ ജനം തന്നെയാണ്. إن هو إلا عبد أنعمنا عليه وجعلناه مثلا لبني إسرائيل. അദ്ദേഹം നമ്മുടെ ഒരു ദാസൻ മാത്രമാണ്. നാം അദ്ദേഹത്തിന് അനുഗ്രഹമേകി അദ്ദേഹത്തെ ഇസ്രായേൽ മക്കൾക്ക് മാതൃകയാക്കുകയും ചെയ്തു. ولو نشاء لجعلنا منكم ملائكة في الأرض يخلفون. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് പകരം നിങ്ങളിൽ നിന്നു തന്നെ മലക്കുകളെ ഭൂമിയിൽ പ്രതിനിധികളാക്കുമായിരുന്നു. وَإِنَّهُ لَعِلْمٌ لِلسَّاعَةِ فَلَا تَمْتَرُنَّ بِهَا وَاتَّبِعُونِ هَذَا صِرَاطٌ مُسْتَقِيمٌ. സംശയമില്ല, ഈസാ നബി അന്ത്യസമയത്തിനുള്ള ഒരറിയിപ്പാണ്. നിങ്ങൾ അതിലൊട്ടും സംശയിക്കരുത്. നിങ്ങൾ എന്നെ പിൻപറ്റുക, ഇതുതന്നെയാണ് നേർവഴി. ولا يصدنكم الشيطان إنه لكم عدو مبين. പിശാച് നിങ്ങളെ ഇതിൽ നിന്ന് തടയാതിരിക്കട്ടെ. സംശയം വേണ്ട, അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. ولما جاء عيسى بالبينات قال قد جئتكم بالحكمة ولأبين لكم بعض الذي تختلفون فيه فاتقوا الله وأطيعون. ഈസ വ്യക്തമായ തെളിവുകളുമായി വന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാനിതാ തത്വജ്ഞാനവുമായി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിശദീകരണം നൽകാൻ. അതിനാൽ നിങ്ങൾ അല്ലാഹുവോട് ഭക്തിയുള്ളവരാവുക, എന്നെ അനുസരിക്കുക. ഇന്നല്ലാഹ ഹുവ റബ്ബി വറബ്ബുകും ഫഅബ്ദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം. എന്റെയും നിങ്ങളുടെയും നാഥൻ അല്ലാഹുവാണ്, അതിനാൽ അവനെ മാത്രം വഴിപ്പെടുക, ഇതാണ് ഏറ്റവും ചൊവ്വായ മാർഗം. فاختلف الأحزاب من بينهم فويل للذين ظلموا من عذاب يوم أليم. അപ്പോൾ അവർ പല കക്ഷികളായി ഭിന്നിച്ചു. അതിനാൽ അതിക്രമം കാണിച്ചവർക്ക് നോവുറ്റ നാളിന്റെ കടുത്ത ശിക്ഷയുടെ കൊടും നാശമാണുണ്ടാവുക. هل ينظرون إلا الساعة أن تأتيهم بغتة وهم لا يشعرون. അവരറിയാതെ പെട്ടെന്ന് വന്നെത്തുന്ന അന്ത്യദിനമല്ലാതെ മറ്റെന്താണ്
അവർക്ക് പ്രതീക്ഷിക്കാനുള്ളത്? الأخلاء يومئذ بعضهم لبعض عدو إلا المتقين. കൂട്ടുകാരൊക്കെയും അന്നാളിൽ പരസ്പരം ശത്രുക്കളായി മാറും, സൂക്ഷ്മത പാലിക്കുന്നവരൊഴികെ. يا عباد لا خوف عليكم اليوم ولا أنتم تحزنون. എന്റെ ദാസന്മാരെ, ഇന്ന് നിങ്ങളൊട്ടും പേടിക്കേണ്ടതില്ല, തീരെ ദുഃഖിക്കേണ്ടതുമില്ല. الذين آمنوا بآياتنا وكانوا مسلمين. നമ്മുടെ വചനങ്ങളിൽ വിശ്വസിച്ചവരാണ് നിങ്ങൾ, അല്ലാഹുവിന് കീഴൊതുങ്ങിക്കഴിഞ്ഞിരുന്നവരും. ادخلوا الجنة أنتم وأزواجكم تحبرون. നിങ്ങളും നിങ്ങളുടെ ഇണകളും സന്തോഷപൂർവം സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക. يطاف عليهم بصحاف من ذهب وأكواب وفيها ما تشتهيه الأنفس وتلذ الأعين وأنتم فيها خالدون. സ്വർണത്താലങ്ങളും കോപ്പകളും അവർക്കു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. മനസ്സ് മോഹിക്കുന്നതും നയനാനന്ദകരമായതുമൊക്കെ അവിടെ കിട്ടും. നിങ്ങളവിടെ നിത്യവാസികളായിരിക്കും. وَتِلْكَ الْجَنَّةُ الَّتِي أُورِثْتُمُوهَا بِمَا كُنْتُمْ تَعْمَلُونَ. നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമായി നിങ്ങൾ ഈ സ്വർഗത്തിന് അവകാശികളായി തീർന്നിരിക്കുന്നു. لَكُمْ فِيهَا فَاكِهَةٌ كَثِيرَةٌ مِنْهَا تَأْكُلُونَ. നിങ്ങൾക്കതിൽ ധാരാളം പഴങ്ങളുണ്ട്, അതിൽ നിന്ന് ഇഷ്ടം പോലെ ഭക്ഷിക്കാം. إِنَّ الْمُجْرِمِينَ فِي عَذَابِ جَهَنَّمَ خَالِدُونَ. സംശയമില്ല, കുറ്റവാളികൾ നരകശിക്ഷയിൽ എന്നെന്നും കഴിയേണ്ടവരാണ്. لا يفتر عنهم وهم فيه مبلسون. അവർക്കതിലൊരിളവും കിട്ടുകയില്ല, അവരതിൽ നിരാശരായി കഴിയേണ്ടിവരും. وما ظلمناهم ولكن كانوا هم الظالمين. നാം അവരോട് ഒരതിക്രമവും കാട്ടിയിട്ടില്ല, എന്നാൽ അവർ തങ്ങളോട് തന്നെ അതിക്രമം കാണിക്കുകയായിരുന്നു. ونادوا يا مالك ليقض علينا ربك قال إنكم ماكثون. അവർ വിളിച്ചു കേഴും, മാലിക്കേ, അങ്ങയുടെ നാഥൻ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ മരണം തന്നിരുന്നെങ്കിൽ നന്നായേനെ. മാലിക് പറയും, നിങ്ങളിവിടെ താമസിക്കേണ്ടവർ തന്നെയാണ്. لقد جئناكم بالحق ولكن أكثركم للحق كارهون. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് സത്യം എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു, എന്നാൽ നിങ്ങളിലേറെ പേരും സത്യത്തെ വെറുക്കുന്നവരായിരുന്നു. أم أبرموا أمرا فإنا مبرمون. അതല്ല, ഇക്കൂട്ടരിവിടെ വല്ല പദ്ധതിയും നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? എങ്കിൽ നാമും ഒരു തീരുമാനമെടുക്കാം. أم يحسبون أنا لا نسمع سرهم ونجواهم بلى ورسلنا لديهم يكتبون. അല്ല, അവരുടെ കുശുകുശുക്കലുകളും ഗൂഢാലോചനകളുമൊന്നും നാം കേൾക്കുന്നില്ലെന്നാണോ അവർ കരുതുന്നത്? തീർച്ചയായും നമ്മുടെ ദൂതന്മാർ എല്ലാം എഴുതിയെടുക്കുന്നവരായി അവർക്കൊപ്പം തന്നെയുണ്ട്. قل إن كان للرحمن ولد فأنا أول العابدين. പറയുക, പരമകാരുണികനായ അല്ലാഹുവിന് ഒരു പുത്രനുണ്ടായിരുന്നെങ്കിൽ അവനെ പൂജിക്കുന്നവരിൽ ഒന്നാമൻ ഞാനാകുമായിരുന്നു.
سبحان رب السماوات والأرض رب العرش عما يصفون. ആകാശഭൂമികളുടെ സംരക്ഷകനും സിംഹാസനത്തിനുടമയുമായ അല്ലാഹു അവർ പറഞ്ഞു പരത്തുന്നതിൽ നിന്നെല്ലാം എത്രയോ പരിശുദ്ധനത്രേ. فذرهم يخوضوا ويلعبوا حتى يلاقوا يومهم الذي يوعدون. നീ അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക. അവർ അസംബന്ധങ്ങളിലാണ്ട് കളിതമാശകളിൽ മുഴുകിക്കഴിഞ്ഞുകൊള്ളട്ടെ. അവരോട് വാഗ്ദാനം ചെയ്ത അവരുടെ ആ ദിനവുമായി അവർ കണ്ടുമുട്ടും വരെ. وهو الذي في السماء إله وفي الأرض إله وهو الحكيم العليم. അവനാണ് ആകാശത്തിലെ ദൈവം, ഭൂമിയിലെ ദൈവവും അവൻ തന്നെ. അവൻ യുക്തിമാനാണ്, എല്ലാം അറിയുന്നവനും. وتبارك الذي له ملك السماوات والأرض وما بينهما وعنده علم الساعة وإليه ترجعون. ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ളവയുടെയും ഉടമയായ അല്ലാഹു അനുഗ്രഹപൂർണനാണ്. അവന് മാത്രമേ അന്ത്യസമയത്തെ സംബന്ധിച്ച അറിവുള്ളൂ. നിങ്ങളെല്ലാം മടങ്ങിച്ചെല്ലേണ്ടത് അവങ്കലേക്കാണ്. ولا يملك الذين يدعون من دونه الشفاعة إلا من شهد بالحق وهم يعلمون. അവനെ വിട്ട് ഇക്കൂട്ടർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ശുപാർശക്കധികാരമുള്ളവരല്ല, ബോധപൂർവം സത്യസാക്ഷ്യം നിർവഹിച്ചവരൊഴികെ. وَلَئِن سَأَلْتَهُم مَّنْ خَلَقَهُمْ لَيَقُولُنَّ اللَّهُ فَأَنَّىٰ يُؤْفَكُونَ. ആരാണ് അവരെ സൃഷ്ടിച്ചതെന്ന് നീ അവരോട് ചോദിച്ചാൽ ഉറപ്പായും അവർ പറയും അല്ലാഹുവെന്ന്. എന്നിട്ടും എങ്ങനെയാണവർ വഴിതെറ്റിപ്പോകുന്നത്? وقيله يا رب إن هؤلاء قوم لا يؤمنون. എന്റെ നാഥ, തീർച്ചയായും ഇക്കൂട്ടർ വിശ്വസിക്കാത്ത ജനതയാണെന്ന പ്രവാചകന്റെ വചനവും അവൻ അറിയുന്നു. فاصفح عنهم وقل سلام فسوف يعلمون. അതിനാൽ നീ അവരോട് വിട്ടുവീഴ്ച കാണിക്കുക, നിങ്ങൾക്കു സലാം എന്ന് പറയുക. അധ്യായം 44. അദ്ദുഖാൻ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 59. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഹാമീം വൽ കിതാബിൽ മുബീൻ. ഹാമീം. സുവ്യക്തമായ വേദപുസ്തകം തന്നെ സത്യം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകഹ ഇന്നാ കുന്നാ മുൻദിരീൻ. അനുഗ്രഹീതമായ ഒരു രാവിലാണ് നാം ഇതിറക്കിയത്. തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാണ്. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ആ രാവിൽ യുക്തിപൂർണമായ സകല സംഗതികളും വേർതിരിച്ച് വിശദീകരിക്കുന്നതാണ്. അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ. നമ്മുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനമാണിത്. നാം ആവശ്യാനുസൃതം ദൂതന്മാരെ നിയോഗിക്കുന്നവനാണ്. റഹ്മതൻ മിർ റബ്ബിക് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. നിന്റെ നാഥനിൽ നിന്നുള്ള അനുഗ്രഹമാണിത്. തീർച്ചയായും അവൻ
എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. റബ്ബിസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ളവയുടെയും നാഥനാണവൻ. നിങ്ങൾ അടിയുറച്ചു വിശ്വസിക്കുന്നവരെങ്കിൽ നിങ്ങൾക്കിത് ബോധ്യമാകും. ലാ ഇലാഹ ഇല്ലാ ഹുവ യുഹ്യീ വയുമീത് റബ്ബുകും വറബ്ബു ആബായികുമുൽ അവ്വലീൻ. അവനല്ലാതെ ദൈവമില്ല. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ നിങ്ങളുടെയും നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെയും നാഥനാണ്. ബൽ ഹും ഫീ ശക്കി യൽഅബൂൻ. എന്നിട്ടും അവർ സംശയത്തിലകപ്പെട്ട് ആടിക്കളിക്കുകയാണ്. ഫർതഖിബ് യൗമ തഅതിസ് സമാഉ ബിദുഖാനിൻ മുബീൻ. അതിനാൽ ആകാശം തെളിഞ്ഞ പുക വരുത്തുന്ന നാൾ വരെ കാത്തിരിക്കുക. യഗ്ഷൻ നാസ് ഹാദാ അദാബുൻ അലീം. അത് മനുഷ്യരാശിയെയാകെ മൂടിപ്പൊതിയും. ഇത് വേദനയേറിയ ശിക്ഷ തന്നെ. റബ്ബന ക്ഷിഫ് അന്നൽ അദാബ ഇന്നാ മുഅ്മിനൂൻ. അപ്പോഴവർ പറയും, ഞങ്ങളുടെ നാഥ, ഞങ്ങളെ ഈ ശിക്ഷയിൽ നിന്ന് ഒന്നൊഴിവാക്കിത്തരണമേ. തീർച്ചയായും ഞങ്ങൾ വിശ്വസിച്ചുകൊള്ളാം. അന്നാ ലഹുമുദ്ദിക്റാ വഖദ് ജാഅഹും റസൂലുൻ മുബീൻ. ഉദ്ബോധനം എങ്ങനെയാണവർക്ക് ഉപകരിക്കുക? എല്ലാം വ്യക്തമാക്കിക്കൊടുക്കുന്ന ദേവദൂതൻ അവരുടെ അടുത്തെത്തിയിരുന്നു. ثم تولوا عنه وقالوا معلم مجنون. അപ്പോൾ അവരദ്ദേഹത്തെ അവഗണിച്ച് പിന്തിരിയുകയാണുണ്ടായത്. അവരിങ്ങനെ പറയുകയും ചെയ്തു, ഇവൻ പരിശീലനം ലഭിച്ച ഒരു ഭ്രാന്തൻ തന്നെ. ഇന്നാ കാശിഫുൽ അദാബി ഖലീലാ ഇന്നകും ആയിദൂൻ. തീർച്ചയായും നാം ശിക്ഷ അല്പം ഒഴിവാക്കിത്തരാം. എന്നാലും നിങ്ങൾ പഴയപടി എല്ലാം ആവർത്തിച്ചുകൊണ്ടിരിക്കും. യൗമ നബ്തിഷുൽ ബത്ശതൽ കുബ്റാ ഇന്നാ മുൻതഖിമൂൻ. ഒരു നാൾ കുതറിമാറാനാവാത്ത വിധം കൊടും പിടുത്തം നടക്കും. തീർച്ചയായും അന്നാണ് നാം പ്രതികാരം ചെയ്യുക. وَلَقَدْ فَتَنَّا قَبْلَهُمْ قَوْمَ فِرْعَوْنَ وَجَاءَهُمْ رَسُولٌ كَرِيمٌ. ഇവർക്ക് മുമ്പ് ഫിർഔന്റെ ജനതയെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ആദരണീയനായ ദേവദൂതൻ അവരുടെ അടുത്തു ചെന്നു. അൻ അദ്ദൂ ഇലയ്യ ഇബാദല്ലാഹ് ഇന്നി ലക്കും റസൂലുൻ അമീൻ. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ എനിക്ക് വിട്ടുതരിക. ഞാൻ നിങ്ങളിലേക്കുള്ള വിശ്വസ്തനായ ദേവദൂതനാണ്. വഅല്ലാ തഅലൂ അലല്ലാഹ് ഇന്നി ആതീകും ബിസുൽത്താനിൻ മുബീൻ. നിങ്ങൾ അല്ലാഹുവിനെതിരെ ധിക്കാരം കാണിക്കരുത്. ഉറപ്പായും ഞാൻ വ്യക്തമായ തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാം. وَإِنِّي عُذْتُ بِرَبِّي وَرَبِّكُمْ أَن تَرْجُمُونِ. ഞാനിതാ എന്റെയും നിങ്ങളുടെയും നാഥനിൽ ശരണം തേടുന്നു, നിങ്ങളുടെ കല്ലേറിൽ നിന്ന് രക്ഷ കിട്ടാൻ. وَإِن لَّمْ تُؤْمِنُوا لِي فَاعْتَزِلُونِ. നിങ്ങൾക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ എന്നിൽ നിന്ന് വിട്ടകന്നു പോവുക. فَدَعَا رَبَّهُ أَنَّ هَٰؤُلَاءِ قَوْمٌ
ഒടുവിൽ അദ്ദേഹം തന്റെ നാഥനെ വിളിച്ചു പറഞ്ഞു, ഈ ജനം കുറ്റവാളികളാകുന്നു. فأسر بعبادي ليلا إنكم متبعون. അപ്പോൾ അല്ലാഹു പറഞ്ഞു, എന്റെ ദാസന്മാരെയും കൊണ്ട് രാത്രി തന്നെ പുറപ്പെടുക, അവർ നിങ്ങളെ പിന്തുടരുന്നുണ്ട്. واترك البحر رهوا إنهم جند مغرقون. സമുദ്രത്തെ അത് പിളർന്ന അവസ്ഥയിൽ തന്നെ വിട്ടേക്കുക. സംശയം വേണ്ട, അവർ മുങ്ങിയൊടുങ്ങാൻ പോകുന്ന സൈന്യമാണ്. كم تركوا من جنات وعيون. എത്രയെത്ര ആരാമങ്ങളും അരുവികളുമാണ് അവർ വിട്ടേച്ചു പോയത്. وزروع ومقام كريم. കൃഷിയിടങ്ങളും മാന്യമായ മണിമേടകളും. ونعمة كانوا فيها فاكهين. അവർ ആനന്ദത്തോടെ അനുഭവിച്ചു പോന്ന എന്തെല്ലാം സൗഭാഗ്യങ്ങൾ. كذلك وأورثناها قوما آخرين. അങ്ങനെയായിരുന്നു അവയുടെ ഒടുക്കം. അതൊക്കെയും നാം മറ്റൊരു ജനതയ്ക്ക് അവകാശപ്പെടുത്തിക്കൊടുത്തു. فما بكت عليهم السماء والأرض وما كانوا منظرين. അപ്പോൾ അവർക്ക് വേണ്ടി ആകാശമോ ഭൂമിയോ കണ്ണീർ വാർത്തില്ല, അവർക്കൊട്ടും അവസരം നൽകിയതുമില്ല. وَلَقَدْ نَجَّيْنَا بَنِي إِسْرَائِيلَ مِنَ الْعَذَابِ الْمُهِينِ. ഇസ്രയേൽ മക്കളെ നാം നിന്ദ്യമായ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചു. مِنْ فِرْعَوْنَ إِنَّهُ كَانَ عَالِيًا مِنَ الْمُسْرِفِينَ. ഫിർഔനിൽ നിന്ന് അവൻ കടുത്ത അഹങ്കാരിയായിരുന്നു, അങ്ങേയറ്റം അതിരുകടന്നവനും. وَلَقَدِ اخْتَرْنَاهُمْ عَلَى عِلْمٍ عَلَى الْعَالَمِينَ. അവരുടെ നിജസ്ഥിതി അറിഞ്ഞുകൊണ്ടുതന്നെ നാം അവരെ ലോകത്താരേക്കാളും പ്രമുഖരായി തെരഞ്ഞെടുത്തു. وَآتَيْنَاهُمْ مِنَ الْآيَاتِ مَا فِيهِ بَلَاءٌ مُبِينٌ. പ്രകടമായ പരീക്ഷണം ഉൾക്കൊള്ളുന്ന പല ദൃഷ്ടാന്തങ്ങളും അവർക്ക് നൽകി. إِنَّ هَؤُلَاءِ لَيَقُولُونَ. ഇക്കൂട്ടരിതാ പറയുന്നു, إِنْ هِيَ إِلَّا مَوْتَتُنَا الْأُولَى وَمَا نَحْنُ بِمُنْشَرِينَ. നമുക്ക് ഈ ഒന്നാമത്തെ മരണമല്ലാതൊന്നുമില്ല, നാം ഇനി ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയുമില്ല. فَأْتُوا بِآبَائِنَا إِن كُنتُمْ صَادِقِينَ. അങ്ങനെ സംഭവിക്കുമെങ്കിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കളെയങ്ങ് ഉയിർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരിക, നിങ്ങൾ സത്യവാന്മാരെങ്കിൽ. أهم خير أم قوم تبع والذين من قبلهم أهلكناهم إنهم كانوا مجرمين. ഇവരാണോ കൂടുതൽ വമ്പന്മാർ, അതോ തുബ്ബയിന്റെ ജനതയും അവർക്ക് മുമ്പുള്ളവരുമോ? അവരെയൊക്കെ നാം നശിപ്പിച്ചു, കാരണം അവർ കുറ്റവാളികളായിരുന്നു. وما خلقنا السماوات والأرض وما بينهما لاعبين. നാം ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ളവയെയും വെറും വിനോദത്തിന് വേണ്ടി സൃഷ്ടിച്ചതല്ല. ما خلقناهما إلا بالحق ولكن أكثرهم لا يعلمون. തികഞ്ഞ യാഥാർത്ഥ്യത്തോടെയല്ലാതെ നാം അവയെ ഉണ്ടാക്കിയിട്ടില്ല, എന്നാൽ ഇവരിലേറെ പേരും ഇതൊന്നും അറിയുന്നില്ല. إن يوم الفصل ميقاتهم أجمعين.
ആ വിധി തീർപ്പിന്റെ നാളിലാണ് അവരുടെയൊക്കെ ഉയിർത്തെഴുന്നേൽപ്പുണ്ടാവുന്ന നിശ്ചിത സമയം. يوم لا يغني مولا عن مولا شيئا ولا هم ينصرون. അന്നാളിൽ ഒരു കൂട്ടുകാരനും തന്റെ ഉറ്റവനെ ഒട്ടും ഉപകരിക്കുകയില്ല, ആർക്കും ഒരുവിധ സഹായവും ലഭിക്കുകയുമില്ല. إلا من رحم الله إنه هو العزيز الرحيم. അല്ലാഹു അനുഗ്രഹിച്ചവർക്കൊഴികെ തീർച്ചയായും അവൻ പ്രതാപിയാണ്, പരമദയാലുവും. إن شجرة الزقوم طعام الأثيم. നിശ്ചയമായും സക്കൂം വൃക്ഷമാണ് പാപികൾക്കാഹാരം. كالمهل يغلي في البطون. ഉരുകിയ ലോഹം പോലെയാണത്, വയറ്റിൽ കിടന്ന് അത് തിളച്ചുമറിയും. كغلي الحميم. ചുടുവെള്ളം തിളയ്ക്കും പോലെ. خذوه فاعتلوه إلى سواء الجحيم. നിങ്ങൾ അവനെ പിടിക്കൂ, എന്നിട്ട് നരകത്തിന്റെ മധ്യത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകൂ. ثم صبوا فوق رأسه من عذاب الحميم. പിന്നെ അവന്റെ തലയ്ക്ക് മുകളിൽ തിളച്ച വെള്ളം കൊണ്ടുപോയി ഒഴിക്കൂ. ذق إنك أنت العزيز الكريم. ഇത് ആസ്വദിച്ചുകൊള്ളുക, തീർച്ചയായും നീ ഏറെ പ്രതാപിയും മാന്യനുമാണല്ലോ. إن هذا ما كنتم به تمترون. നിങ്ങൾ സംശയിച്ചുകൊണ്ടിരുന്ന അക്കാര്യമില്ലേ, അതുതന്നെയാണിത് തീർച്ച. إن المتقين في مقام أمين. എന്നാൽ ഭക്തി പുലർത്തിയവർ ഭീതിയേതുമില്ലാത്ത ഒരിടത്തായിരിക്കും. في جنات وعيون. ആരാമങ്ങളിലും അരുവികളിലും. يلبسون من سندس واستبرق متقابلين. അവർ അഴകാർന്ന പട്ടുവസ്ത്രവും കസവു തുണിയും അണിയും, അവർ അഭിമുഖമായാണിരിക്കുക. كذلك وزوجناهم بحور عين. വിശാലാക്ഷികളായ തരുണീമണികളെ നാം അവർക്ക് ഇണകളാക്കി കൊടുക്കും. ഇതാണ് അവരുടെ അവസ്ഥ. يدعون فيها بكل فاكهة آمنين. അവരവിടെ സ്വസ്ഥതയോടെ പലവിധ പഴങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. لا يذوقون فيها الموت إلا الموتة الأولى ووقاهم عذاب الجحيم. ആദ്യത്തെ മരണമല്ലാതെ മറ്റൊരു മരണം അവർക്കവിടെ അനുഭവിക്കേണ്ടി വരില്ല. അല്ലാഹു അവരെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. فضلا من ربك ذلك هو الفوز العظيم. നിന്റെ നാഥനിൽ നിന്നുള്ള അനുഗ്രഹമാണത്, അതുതന്നെയാണ് അതിമഹത്തായ വിജയം. فإنما يسرناه بلسانك لعلهم يتذكرون. നിനക്ക് നിന്റെ ഭാഷയിൽ ഈ വേദപുസ്തകത്തെ നാം വളരെ ലളിതമാക്കി തന്നിരിക്കുന്നു, ജനം ചിന്തിച്ചറിയാൻ. فارتقب إنهم مرتقبون. അതിനാൽ നീ കാത്തിരിക്കുക, അവരും കാത്തിരിക്കുന്നുണ്ട്. അധ്യായം 45. അൽ ജാസിയ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 37. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഹാമീം. തൻസീലുൽ
الكتاب من الله العزيز الحكيم. ഹാമീം. ഈ വേദപുസ്തകത്തിന്റെ അവതരണം പ്രതാപിയും യുക്തിമാനുമായ അല്ലാഹുവിൽ നിന്നാണ്. ഇന്ന ഫിസ് സമാവാതി വൽ അർളി ലആയാതിൻ ലിൽമുഅ്മിനീൻ. തീർച്ചയായും ആകാശഭൂമികളിൽ സത്യവിശ്വാസികൾക്ക് എണ്ണമറ്റ തെളിവുകളുണ്ട്. വഫീ ഖൽഖികും വമാ യബുസ്സു മിൻ ദാബത്തിൻ ആയാതിൻ ലിഖൗമിൻ യൂഖിനൂൻ. നിങ്ങളെ സൃഷ്ടിച്ചതിലും അല്ലാഹു ജീവജാലങ്ങളെ ഭൂമിയിൽ പരത്തിയതിലും അടിയുറച്ച വിശ്വാസമുള്ള ജനത്തിന് അളവറ്റ അടയാളങ്ങളുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാരി വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിർ റിസ്ഖിൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ വതസ്രീഫിർ റിയാഹി ആയാതുൻ ലിഖൗമിൻ യഅഖിലൂൻ. രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ അല്ലാഹു മാനത്തുനിന്ന് ജീവിത വിഭവം ഇറക്കിത്തരുന്നതിൽ, അതുവഴി ചത്ത ഭൂമിയെ ചൈതന്യവത്താക്കുന്നതിൽ, കാറ്റുകളുടെ ഗതി നിയന്ത്രിക്കുന്നതിൽ, എല്ലാറ്റിലും ചിന്തിക്കുന്ന ജനത്തിന് ഒട്ടേറെ അടയാളങ്ങളുണ്ട്. തിൽക ആയാതുല്ലാഹി നത്ലൂഹാ അലൈക ബിൽ ഹഖ് ഫബിഅയ്യി ഹദീസിൻ ബഅദല്ലാഹി വആയാതിഹി യുഅ്മിനൂൻ. അല്ലാഹുവിന്റെ വചനങ്ങളാണിവ. നാം അവയെ നിനക്ക് ക്രമാനുസൃതം ഓതിത്തരുന്നു. അല്ലാഹുവിലും അവന്റെ വചനങ്ങളിലുമല്ലാതെ മറ്റേത് വൃത്താന്തത്തിലാണ് ഈ ജനം ഇനി വിശ്വസിക്കുക? വൈലുൽ ലികുല്ലി അഫ്ഫാകിൻ അസീം. പെരും നുണ കെട്ടിപ്പറയുന്ന പാപികൾക്കൊക്കെയും കൊടിയ നാശം. യസ്മഉ ആയാതില്ലാഹി തുത്ലാ അലൈഹി സുമ്മ യുസിറു മുസ്തക്ബിറൻ കഅൻ ലം യസ്മഅഹാ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. അവന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ വചനങ്ങൾ വായിക്കപ്പെടുന്നു. അവനത് കേൾക്കുന്നു. എന്നിട്ടും അത് കേട്ടിട്ടില്ലെന്ന മട്ടിൽ അഹന്ത നടിച്ച് പഴയ പോലെ തന്നെ സത്യനിഷേധത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിനാൽ അവനെ വേദനയേറിയ ശിക്ഷയെ സംബന്ധിച്ച സുവാർത്ത അറിയിക്കുക. وَإِذَا عَلِمَ مِنْ آيَاتِنَا شَيْئًا اتَّخَذَهَا هُزُوًا أُولَئِكَ لَهُمْ عَذَابٌ مُهِينٌ. നമ്മുടെ വചനങ്ങളിൽ വല്ലതും അവൻ അറിഞ്ഞാൽ ഉടനെ അവൻ അതിനെ പുച്ഛിക്കുന്നു. അത്തരക്കാർക്ക് ഉറപ്പായും ഏറ്റവും നിന്ദ്യമായ ശിക്ഷയുണ്ട്. മിൻ വറാഇഹിം ജഹന്നം വലാ യുഗ്നി അൻഹും മാ കസബൂ ശൈഅൻ വലാ മത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ വലഹും അദാബുൻ അദീം. അവരെ പിന്തുടരുന്നത് കത്തിപ്പടരുന്ന തീയാണ്. അവർ നേടിയതൊന്നും അവർക്ക് ഉപകരിക്കുകയില്ല. അല്ലാഹുവല്ലാത്ത അവർ കൊണ്ടു നടക്കുന്ന രക്ഷാധികാരികളാരും അവർക്കൊരിക്കലും പ്രയോജനപ്പെടുകയുമില്ല. അവർക്ക് കടുത്ത ശിക്ഷയുണ്ട്. ഹാദാ ഹുദാ വല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം ലഹും അദാബും മിർ റിജ്സിൻ അലീം. ഈ ഖുർആൻ വഴികാട്ടിയാണ്. തങ്ങളുടെ നാഥന്റെ വചനങ്ങളെ തള്ളിപ്പറയുന്നവർക്ക് വേദനയേറിയ ഹീനമായ ശിക്ഷയുണ്ട്. അല്ലാഹുല്ലദീ സഖറ ലക്കുമുൽ ബഹ്റ ലിതജ്രിയൽ ഫുൽകു ഫീഹി ബിഅംരിഹി വലിതബ്തഗൂ മിൻ ഫദ്ലിഹി വലഅല്ലകും തഷ്കുറൂൻ. അല്ലാഹുവാണ് നിങ്ങൾക്ക് കടലിനെ കീഴ്പ്പെടുത്തി തന്നത്. അവന്റെ കൽപ്പനപ്രകാരം അതിൽ കപ്പലോട്ടാൻ, നിങ്ങൾ അവന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ പരതാനും നിങ്ങൾ നന്ദിയുള്ളവരായെങ്കിലോ. وَسَخَّرَ لَكُم مَّا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ جَمِيعًا مِّنْهُ
إن في ذلك لآيات لقوم يتفكرون. ആകാശഭൂമികളിലുള്ളതൊക്കെയും അവൻ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. എല്ലാം അവനിൽ നിന്നുള്ളതാണ്. തീർച്ചയായും ചിന്തിക്കുന്ന ജനത്തിന് ഇതിലൊക്കെയും ധാരാളം തെളിവുകളുണ്ട്. قل للذين آمنوا يغفروا للذين لا يرجون أيام الله ليجزي قوما بما كانوا يكسبون. സത്യവിശ്വാസികളോട് പറയൂ, അല്ലാഹുവിന്റെ ശിക്ഷയുടെ നാളുകളെ പ്രതീക്ഷിക്കാത്ത സത്യനിഷേധികളോട് അവർ വിട്ടുവീഴ്ച കാണിക്കട്ടെ. ഓരോ ജനതയ്ക്കും അവർ നേടിയെടുത്തതിന്റെ ഫലം നൽകാൻ അല്ലാഹുവിന് തന്നെ അവസരമുണ്ടാകാൻ. من عمل صالحا فلنفسه ومن أساء فعليها ثم إلى ربكم ترجعون. ആരെങ്കിലും നന്മ ചെയ്താൽ അതിന്റെ ഗുണം അവനു തന്നെയാണ്. വല്ലവനും തിന്മ ചെയ്താൽ അതിന്റെ ദോഷവും അവനു തന്നെ. പിന്നെ നിങ്ങളൊക്കെ മടക്കപ്പെടുക നിങ്ങളുടെ നാഥങ്കലേക്കാണ്. وَلَقَدْ آتَيْنَا بَنِي إِسْرَائِيلَ الْكِتَابَ وَالْحُكْمَ وَالنُّبُوَّةَ ورزقناهم من الطيبات وفضلناهم على العالمين. തീർച്ചയായും നാം ഇസ്രായേൽ മക്കൾക്ക് വേദപുസ്തകമേകി, ആധിപത്യവും പ്രവാചകത്വവും നൽകി, ഉത്തമ വസ്തുക്കളിൽ നിന്ന് അന്നം നൽകി. ലോകത്ത് നാം അവരെ മറ്റാരെക്കാളും ശ്രേഷ്ഠരാക്കുകയും ചെയ്തു. وآتيناهم بينات من الأمر فما اختلفوا إلا من بعد ما جاءهم العلم بغيا بينهم إن ربك يقضي بينهم يوم القيامة فيما كانوا فيه يختلفون. അവർക്കു നാം എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ പ്രമാണങ്ങൾ നൽകി. വിജ്ഞാനം വന്നെത്തിയ ശേഷം മാത്രമാണവർ ഭിന്നിച്ചത്. അവർക്കിടയിലെ കിടമത്സരം കാരണമായാണത്. അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള കാര്യങ്ങളിൽ നിന്റെ നാഥൻ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ വിധി തീർപ്പ് കൽപ്പിക്കുന്നതാണ്. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. പിന്നീട് നിന്നെ നാം ഇക്കാര്യത്തിൽ വ്യക്തമായ നിയമവ്യവസ്ഥയിലാക്കിയിരിക്കുന്നു. അതിനാൽ നീ ആ മാർഗം പിന്തുടരുക. വിവരമില്ലാത്തവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുത്. ഇന്നഹും ലൻ യുഗ്നൂ അൻക മിനല്ലാഹി ശൈആ വഇന്നദ്ദാലിമീന ബഅ്ദുഹും ഔലിയാഉ ബഅദ് വല്ലാഹു വലിയുൽ മുത്തഖീൻ. അല്ലാഹുവിൽ നിന്നുള്ള ഒരു കാര്യത്തിലും നിനക്കൊരുപകാരവും ചെയ്യാൻ അവർക്കാവില്ല. തീർച്ചയായും അക്രമികൾ പരസ്പരം സഹായികളാണ്. എന്നാൽ സൂക്ഷ്മത പാലിക്കുന്നവരുടെ രക്ഷാധികാരി അല്ലാഹുവാണ്. ഹാദാ ബസായിറു ലിന്നാസി വഹുദൻ വറഹ്മത്തുൻ ലിഖൗമിൻ യൂഖിനൂൻ. ഇത് മുഴുവൻ മനുഷ്യർക്കും ഉൾക്കാഴ്ച നൽകുന്നതാണ്. ദൃഢവിശ്വാസികളായ ജനത്തിന് വഴികാട്ടിയാണ് മഹത്തായ അനുഗ്രഹവും. أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما يحكمون. ചീത്തവൃത്തികൾ ചെയ്തു കൂട്ടിയവർ കരുതുന്നു അവരെ നാം സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെയാക്കുമെന്ന്, അഥവാ അവരുടെ ജീവിതവും മരണവും ഒരേപോലെയാകുമെന്ന്.
അവരുടെ വിധി തീർപ്പ് വളരെ ചീത്ത തന്നെ. وَخَلَقَ اللَّهُ السَّمَاوَاتِ وَالْأَرْضَ بِالْحَقِّ وَلِتُجْزَى كُلُّ نَفْسٍ بِمَا كَسَبَتْ وَهُمْ لَا يُظْلَمُونَ. അല്ലാഹു ആകാശഭൂമികളെ യാഥാർത്ഥ്യനിഷ്ഠമായാണ് സൃഷ്ടിച്ചത്. ഓരോരുത്തർക്കും താൻ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം നൽകാനാണിത്. ആരോടും ഒട്ടും അനീതിയുണ്ടാവുകയില്ല. أَفَرَأَيْتَ مَنِ اتَّخَذَ إِلَٰهَهُ هَوَاهُ وَأَضَلَّهُ اللَّهُ عَلَىٰ عِلْمٍ وَخَتَمَ عَلَىٰ سَمْعِهِ وَقَلْبِهِ وَجَعَلَ عَلَىٰ بَصَرِهِ غِشَاوَةً فَمَن يَهْدِيهِ مِن بَعْدِ اللَّهِ أَفَلَا تَذَكَّرُونَ. തന്റെ ദേഹേച്ഛയെ ദൈവമാക്കിയവനെ നീ കണ്ടോ? അല്ലാഹു അവനെ അറിഞ്ഞുകൊണ്ടുതന്നെ വഴികേടിലാക്കിയിരിക്കുന്നു. അവന്റെ കാതിനും മനസ്സിനും മുദ്രവച്ചിരിക്കുന്നു, കണ്ണുകൾക്ക് മൂടിയിട്ടിരിക്കുന്നു. അപ്പോൾ അല്ലാഹുവെ കൂടാതെ അവനെ നേർവഴിയിലാക്കാൻ ആരുണ്ട്? എന്നിട്ടും നിങ്ങളൊട്ടും ചിന്തിച്ചറിയുന്നില്ലേ? وَقَالُوا مَا هِيَ إِلَّا حَيَاتُنَا الدُّنْيَا نَمُوتُ وَنَحْيَا وَمَا يُهْلِكُنَا إِلَّا الدَّهْرُ وَمَا لَهُم بِذَلِكَ مِنْ عِلْمٍ إِنْ هُمْ إِلَّا يَظُنُّونَ. അവർ പറഞ്ഞു, നമ്മുടെ ഈ ലോക ജീവിതമല്ലാതെ ജീവിതമില്ല. നാം മരിക്കുന്നു, ജീവിക്കുന്നു. കാലം മാത്രമാണ് നമ്മെ നശിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർക്ക് അതേപ്പറ്റി ഒരു വിവരവുമില്ല. അവർ ഊഹിച്ചു പറയുകയാണ്. وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا بَيِّنَاتٍ مَا كَانَ حُجَّتَهُمْ إِلَّا أَن قَالُوا ائْتُوا بِآبَائِنَا إِن كُنتُمْ صَادِقِينَ. നമ്മുടെ വചനങ്ങൾ അവരെ വ്യക്തമായി വായിച്ചു കേൾപ്പിച്ചാൽ അവർക്ക് ന്യായവാദമായി പറയാനുള്ളത് ഇതുമാത്രമായിരിക്കും: നിങ്ങൾ ഞങ്ങളുടെ പിതാക്കളെ ജീവിപ്പിച്ചു കൊണ്ടുവരിക, നിങ്ങൾ സത്യവാദികളെങ്കിൽ. ഖുലില്ലാഹു യുഹ്യീകും സുമ്മ യുമീതുകും സുമ്മ യജ്മഉകും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീഹി വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. പറയുക, അല്ലാഹുവാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നത്, പിന്നെ നിങ്ങളെ അവൻ മരിപ്പിക്കും, പിന്നീട് ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ നിങ്ങളെ അവൻ ഒരുമിച്ചു കൂട്ടും. ഇതിലൊട്ടും സംശയമില്ല. എന്നാൽ മനുഷ്യരിലേറെ പേരും ഇതറിയുന്നില്ല. വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് വയൗമ തഖൂമുസ് സാഅതു യൗമഇദി യഖ്സറുൽ മുബ്തിലൂൻ. ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹുവിനാണ്. ആ അന്ത്യസമയം വരുന്നാളിൽ അസത്യവാദികൾ കൊടിയ നഷ്ടത്തിലായിരിക്കും. وَتَرَى كُلَّ أُمَّةٍ جَاثِيَةً كُلُّ أُمَّةٍ تُدْعَى إِلَى كِتَابِهَا الْيَوْمَ تُجْزَوْنَ مَا كُنتُمْ تَعْمَلُونَ. അന്ന് ഓരോ സമുദായവും മുട്ടുകുത്തി വീണുകിടക്കുന്നതായി നിനക്ക് കാണാം. ഓരോ സമുദായത്തെയും തങ്ങളുടെ കർമ്മരേഖ നോക്കാൻ വിളിക്കും. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് ഇന്ന് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ഹാദാ കിതാബുനാ യൻതിഖു അലൈക്കും ബിൽ ഹഖ് ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. നമ്മുടെ കർമ്മരേഖ ഇതാ. ഇത് നിങ്ങൾക്കെതിരെ സത്യം തുറന്നു പറയും. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം നാം കൃത്യമായി എഴുതിയെടുപ്പിക്കുന്നുണ്ടായിരുന്നു. فَأَمَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ فَيُدْخِلُهُمْ رَبُّهُمْ فِي رَحْمَتِهِ
ذلك هو الفوز المبين. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ അവരുടെ നാഥൻ തന്റെ കാരുണ്യവലയത്തിൽ പ്രവേശിപ്പിക്കും. വ്യക്തമായ വിജയവും അതുതന്നെ. وَأَمَّا الَّذِينَ كَفَرُوا أَفَلَمْ تَكُنْ آيَاتِي تُتْلَى عَلَيْكُمْ فَاسْتَكْبَرْتُمْ وَكُنْتُمْ قَوْمًا مُجْرِمِينَ. മറിച്ച് സത്യത്തെ തള്ളിപ്പറഞ്ഞവരോ അവരോടിങ്ങനെ പറയും, എന്റെ വചനങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി ഓതി കേൾപ്പിച്ചു തന്നിരുന്നില്ലേ? എന്നിട്ടും നിങ്ങൾ അഹങ്കരിച്ചു. നിങ്ങൾ കുറ്റവാളികളായ ജനമായി തീർന്നു. وَإِذَا قِيلَ إِنَّ وَعْدَ اللَّهِ حَقٌّ وَالسَّاعَةُ لَا رَيْبَ فِيهَا قُلْتُمْ مَا نَدْرِي مَا السَّاعَةُ إِن نَّظُنُّ إِلَّا ظَنًّا وَمَا نَحْنُ بِمُسْتَيْقِنِينَ. തീർച്ചയായും അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യം തന്നെ. ആ അന്ത്യദിനത്തിന്റെ കാര്യത്തിലൊട്ടും സംശയമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും, ഞങ്ങൾക്കറിയില്ലല്ലോ എന്താണ് ഈ അന്ത്യദിനമെന്ന്. ഞങ്ങൾക്ക് ഊഹം മാത്രമേയുള്ളൂ. ഞങ്ങൾക്ക് ഇക്കാര്യത്തിലൊരുറപ്പുമില്ല.